ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനൂഫ്. മക്കളെ, +1 ഇംഗ്ലീഷിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിന്റെ നല്ല കിടുക്കാച്ച ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളി റൈറ്ററാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. മച്ചാൻ ബംഗാളി ഭാഷയിലാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നതെങ്കിലും ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ലീല റായ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ്. നമ്മുടെ ഈ കഥയുടെ ടൈറ്റിൽ തന്നെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണല്ലോ, അതായത് പൂക്കളുടെ വില എന്നല്ലേ. അപ്പോൾ ഈ ടൈറ്റിൽ നമ്മുടെ ചാപ്റ്ററിന്റെ തീമുമായിട്ട്, നമ്മുടെ ഈ കഥയുടെ തീമുമായിട്ട് വളരെയധികം ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ പ്രധാനപ്പെട്ട നായകൻ ആരാന്ന് അറിയാം മക്കളെ? അത് വേറെ ആരുമല്ല, മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനാണ് കേട്ടോ. അപ്പോൾ ഈ മിസ്റ്റർ ഗുപ്ത ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ട്രെയിനിയാണ്. അതായത് ഈ കഥ നടക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. പണ്ട് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കോളനൈസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ അന്ന് ഇന്ത്യക്കാരനായ നമ്മുടെ മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ സിവിൽ സർവീസ് ട്രെയിനിങ്ങിനായിട്ട് ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ അയാൾ ഈ സിവിൽ സർവീസ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷുകാരിയായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇയാൾ ഇന്ത്യക്കാരനായതുകൊണ്ട് ഇയാളോട് ഭയങ്കര വല്ലാത്തൊരു അട്രാക്ഷൻ. അത് സംഭവം വേറൊന്നുമല്ല, ഈ പെൺകുട്ടിക്ക് ഒരു ആങ്ങളയുണ്ട്. ഓക്കെ, ഈ പെൺകുട്ടിയുടെ പേര് മാഗി എന്നാണ്. ഇവരുടെ ബ്രദറിന്റെ പേരാണ് ഫ്രാങ്ക്. അപ്പോൾ നമ്മുടെ ഈ ഫ്രാങ്ക് മച്ചാനുണ്ടല്ലോ, അതായത് മാഗിയുടെ ബ്രദർ, അവന് ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലായിരുന്നു നമ്മുടെ ഫ്രാങ്കിന് ജോലി. അപ്പോൾ ആദ്യമൊക്കെ ഈ പയ്യൻ ഇങ്ങനെ വീട്ടുകാർക്ക് കത്തിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രാങ്കിന് ഈ മാഗി എന്ന സഹോദരിയും അതേപോലെ തന്നെ അമ്മയും മാത്രമുള്ളത്. അമ്മയുടെ പേര് മിസ് ക്ലിഫോർഡ് എന്നാണ്. ക്ലിഫോർഡ് എന്നുള്ളത് അച്ഛന്റെ പേരായിരിക്കും. ഷീസ് എ വിഡോ. വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയത്, അച്ഛൻ മരിച്ചുപോയതാണ്. അപ്പൊ അതുകൊണ്ടാണ് മിസ് ക്ലിഫോർഡ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ പേരൊന്നും പറയുന്നില്ല, വേറെ ഒറിജിനൽ നെയിമൊന്നും പറയുന്നില്ല. എന്തായാലും ഈ അമ്മയും മാഗിയും ഇപ്പൊ തനിച്ചാണ് ലണ്ടനിൽ താമസിക്കുന്നത്. വളരെ പുവറായിട്ടുള്ള, ദരിദ്രം പിടിച്ചിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഇവർ, അല്ലെങ്കിൽ ദരിദ്രം പിടിച്ച ഒരു ഫാമിലിയാണ്. ആകെ കുടുംബത്തിന്റെ ആകെയുള്ള ഒരു ആശ്രയമായിരുന്നു നമ്മുടെ ഫ്രാങ്ക്, അവരുടെ സഹോദരൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലിഫോർഡിന്റെ മകൻ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മുടെ ഫ്രാങ്കിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. ഇങ്ങനെ ഇന്ത്യയിലാണ്, ഏതോ യുദ്ധമുഖത്താണെന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. അപ്പോൾ ഫ്രാങ്കിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നോർത്ത് ആകെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ മാഗിയും അതേപോലെ തന്നെ അമ്മയും. അപ്പോൾ ഈ ഇന്ത്യക്കാരനായ നമ്മുടെ ആരെ കണ്ടപ്പോൾ, നമ്മുടെ ഗുപ്തയെ കണ്ടപ്പോൾ നമ്മുടെ മാഗിക്ക് ഒരു ആശ്വാസം. കാരണം എന്താ വെച്ചാൽ തൻ്റെ ബ്രദറിനെ കുറിച്ച് എന്തെങ്കിലും ഇയാൾക്ക് അറിയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ മാഗിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാഗി എങ്ങനെയൊക്കെയോ ഇയാളുമായിട്ടൊരു ചങ്ങാത്തത്തിലായതും ഇയാളെ പരിചയപ്പെട്ടതൊക്കെ. എന്തായാലും ആ പരിചയപ്പെട്ടതെന്ന് നമ്മുടെ ഗുപ്തയ്ക്ക് മാഗിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ, ഇവരുടെ കുടുംബങ്ങളെ കുറിച്ച്. മാഗിക്കും അതേപോലെ തന്നെ അവരുടെ അമ്മയായിട്ടുള്ള മിസ് ക്ലിഫോർഡിനും നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാമ്പുകളും അതേപോലെ തന്നെ കടുവകളും പുലികളൊക്കെ ഉള്ള നാടാണ്. അവിടെ എപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ, വസൂരി, ഇങ്ങനെയൊക്കെയുള്ള പല പകർച്ചവ്യാധികൾ വരുന്ന സ്ഥലമാണ്. ആളുകൾ പെട്ടെന്ന് തട്ടിപ്പോകുന്ന സ്ഥലമാണ് എന്നൊക്കെ ആരൊക്കെയോ ഇവരെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് വിദേശ രാജ്യങ്ങളെ കുറിച്ച് പല സങ്കല്പങ്ങളുണ്ടാവില്ല, കാണാത്ത സ്ഥലങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളും നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള മാഗിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരനെ, അല്ലെങ്കിൽ ഈ ക്ലിഫോർഡ് ചിന്തിക്കുന്ന തൻ്റെ മകന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ഫ്രാങ്കിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇവരാകെ പേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ചിന്തകളിലൂടെയാണ് നമ്മുടെ കഥ കടന്നു പോകുന്നത്. അവസാനം ഫ്രാങ്കിന് എന്താ ശരിക്കും സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ സമ്മറി പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലേതെങ്കിലും കഥാപാത്രത്തിന്റെ ക്യാരക്ടർ സ്കെച്ചോ, അതല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ, സമ്മറി, അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നറേഷനോ, അതല്ലെങ്കിൽ ഒരു ഒരു പാരഗ്രാഫോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂ, എല്ലാ ഹിൻസും അടങ്ങിയിട്ടുള്ള ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് ഞാനിവിടെ തരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു നഷ്ടമാവില്ല. ശരിക്കും മനസ്സിലാക്കിയിട്ട് കഴിയെങ്കിൽ ഈ സമ്മറി മാക്സിമം പഠിച്ചു വെക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചുതരാം, ശ്രദ്ധിക്കുക. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി. അപ്പോൾ ഈ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റോറി വളരെ ഹാർട്ട് ടച്ചിങ് ആണ്, ഹൃദയസ്പർശിയാണെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ദെൻ റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് പ്രബോധ് കുമാർ മുഖോപാധ്യായ്, ഒരു ബംഗാളി റൈറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ദ സ്റ്റോറി വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ഫ്രം ബംഗാളി ബൈ ലീല റായ്. അപ്പോൾ ഈ ഒരു കഥ ബംഗാളി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ലീല റായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ്. ദെൻ ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ലണ്ടൻ. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് ലണ്ടനിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇൻ ദ
പ്രീ ഇൻഡിപെൻഡൻസ് ഇറ. അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ്. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആ കാലഘട്ടമാണ് പറയുന്നത്. ഇറ്റ് ഈസ് നറേറ്റഡ് ത്രൂ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മിസ്റ്റർ ഗുപ്ത. അപ്പൊ ഈ കഥ ഒരു നറേഷൻ രീതിയിൽ, അതായത് ഒരു കഥ പറയുന്ന ഒരു കഥാപാത്രം തന്നെ കഥ പറയുന്ന രീതിയിലാണ് ഈ ഒരു കഥ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ പേര് ഏതാണ്? മിസ്റ്റർ ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കായിട്ട് ഈ കഥ പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഈ കഥയിലുള്ള ആൾ തന്നെയാണ് കേട്ടോ. സോ ആൻ ഇന്ത്യൻ സിവിൽ സർവന്റ്, അദ്ദേഹം ഒരു ഇന്ത്യൻ സിവിൽ സർവന്റ് ട്രെയിനിയാണ്. നോക്കൂ, അണ്ടർ ഗോയിങ് ട്രെയിനിങ്, അദ്ദേഹം അവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിവിൽ സർവന്റ് ആയിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഇൻ ലണ്ടൻ, ലണ്ടനിൽ. ഓക്കെ. ദെൻ മിസ്റ്റർ ഗുപ്ത മീറ്റ്സ് എ ടീനേജ്ഡ് ഇംഗ്ലീഷ് ഗേൾ ഇൻ എ റെസ്റ്റോറന്റ് ഇൻ ലണ്ടൻ. അപ്പൊ ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നമ്മുടെ മിസ്റ്റർ ഗുപ്ത, ഈ ഇന്ത്യക്കാരനായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത ഒരു ഇംഗ്ലീഷ് യുവതിയെ കണ്ടുമുട്ടുകയാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷുകാരെ, ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ദെൻ ഹി ബിഫ്രണ്ട്സ് ദ യങ് ഗേൾ. അങ്ങനെ പതിയെ പതിയെ ഇവർ രണ്ടുപേരും കൂടി എന്താണ് ബിഫ്രണ്ട്സ്, സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. ദെൻ ഷീ കംസ് ഫ്രം എൻ ഇംപോവറൈസ്ഡ് ഫാമിലി. ഇംപോവറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച, വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി വരുന്നതെന്ന് ഇയാൾ മനസ്സിലാക്കുകയാണ്. ആൻഡ് ഹാസ് എൻ എൽഡർ ബ്രദർ ഹു ഈസ് സോൾജർ ഇൻ ഇന്ത്യ. അപ്പോൾ അവൾക്കൊരു എൽഡർ ബ്രദർ, അവൾക്കൊരു മൂത്ത ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരനാണെന്ന് നമ്മുടെ എഴുത്തുകാരൻ മനസ്സിലായി. എഴുത്തുകാരനല്ല, നമ്മുടെ നറേറ്റർ മനസ്സിലാക്കുകയാണ്. ഷീ ഈസ് ക്യൂരിയസ് അബൌട്ട് ഇന്ത്യ. അപ്പൊ നമ്മുടെ ഈ ഒരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, മാഗി എന്നാണ് പേര്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇന്ത്യയെ കുറിച്ച് അറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ടായിരുന്നു. ബിക്കോസ് എന്തെന്നാൽ ഓഫ് ഹർ ബ്രദർ, അവളുടെ സഹോദരൻ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സഹോദരൻ കാരണമാണ് ഇന്ത്യയെ കുറിച്ച് അറിയാൻ അവൾക്ക് അത്രയും ആകാംക്ഷ ഉണ്ടായത്. ആൻഡ് ഗസ്റ്റ് നോ അബൌട്ട് ഇറ്റ് ഫ്രം ദ നറേറ്റർ. അപ്പൊ നറേറ്ററിൽ നിന്ന് ഇന്ത്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇവരെ കണ്ടുമുട്ടുന്നത്, എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് സമ്മറിയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ഈ കഥയിൽ നമ്മൾ പറഞ്ഞു 2-3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഉണ്ടെന്ന്. അത് ആരൊക്കെയാണെന്ന് ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ആരെയാണ്? മിസ്റ്റർ ഗുപ്തയാണ്. ഹീസ് ദ നറേറ്റർ അല്ലെ. ആൻ ഇന്ത്യൻ ആണ്, ആൻ ഇന്ത്യൻ സിവിൽ സർവന്റ് ലിവിംഗ് ഇൻ ലണ്ടൻ അല്ലെ. ലണ്ടനിൽ താമസിക്കുന്ന സിവിൽ സർവീസ് ട്രെയിനി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ നറേറ്റർ. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ ഗുപ്ത. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. പിന്നെ മാഗി. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് മാഗി. മാഗി ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ആ യങ് ലേഡിയാണ് അല്ലെ. സോ എ യങ് പുവർ ഇംഗ്ലീഷ് ഗേൾ, ഒരു പാവപ്പെട്ട അതേപോലെ തന്നെ യുവതിയായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്ത്രീ, ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മാഗി. പിന്നെ ഫ്രാങ്ക്, മാഗിയുടെ ബ്രദർ ആണ് അല്ലെ. മാഗീസ് ബ്രദർ ഹു ഇസ് എ സോൾജർ ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റെജിമെന്റിലെ, ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനാണ് ആര്? നമ്മുടെ ഫ്രാങ്ക്, അതായത് മാഗിയുടെ സഹോദരൻ. പിന്നെ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാങ്കിന്റെയും മാഗിയുടെയും അമ്മയാണ് അല്ലെ. അവരുടെ ഭർത്താവായിരിക്കും ക്ലിഫോർഡ്, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. എ മദർ ഓഫ് മാഗി ആൻഡ് ഫ്രാങ്ക്, മാഗിയുടെയും ഫ്രാങ്കിന്റെയും അമ്മയാണ്. ഓക്കെ. അപ്പൊ കഥാപാത്രങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സമ്മറി നോക്കാം. അപ്പൊ നമ്മുടെ കഥയിലെ ആദ്യത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് ദ ഗേൾ അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ മാഗിയും അതുപോലെ തന്നെ നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ഗുപ്തയും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ വെച്ച് മീറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും, ശ്രദ്ധിക്കാം. സോ നോക്കൂ, ദ നറേറ്റർ മിസ്റ്റർ ഗുപ്ത. അപ്പൊ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന നമ്മുടെ നറേറ്റർ വെന്റ് ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇൻ സെന്റ് മാർട്ടിൻസ് ലെയിൻ ഫോർ ദ ലഞ്ച്. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ, ലഞ്ച് തന്നെ ഉച്ചഭക്ഷണം അല്ലേ, ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ഗുപ്താജി എന്ത് ചെയ്യാണ്? ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ, അതെവിടെയാണ്? സെന്റ് മാർട്ടിൻ ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കുകയാണ്. അത് ഏതാ ദിവസം? ഓൺ എ സാറ്റർഡേസ് ആഫ്റ്റർനൂൺ, ഒരു ഉച്ചതിരിഞ്ഞുള്ള സമയമാണ്, ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ള സമയമാണ് അദ്ദേഹം പോയത്. ഇപ്പൊ നമുക്കറിയാം ഞായറാഴ്ചകളിലൊക്കെയാണല്ലോ സാധാരണ എന്തുണ്ടാവുക, ഈ അവധി ദിവസം അല്ലേ, പ്രത്യേകിച്ച് യൂറോപ്പിലും അതേപോലെ തന്നെ മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഞായറാഴ്ചകളാണ്, സൺഡേ ഈസ് എ ഹോളിഡേ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. അപ്പൊ ആ വീക്കെൻഡ് ആയിട്ടുള്ള, അതായത് അവധി ദിവസത്തിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ വർക്കിംഗ് ഡേ ആണല്ലോ ഈ ശനിയാഴ്ചകൾ അല്ലേ. അപ്പൊ ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത്. ദെൻ ഹി നോട്ടീസ്ഡ് എ യങ് ഇംഗ്ലീഷ് ഗേൾ വാച്ചിങ് ഹിം ഫ്രം അനദർ ടേബിൾ. അപ്പൊ ഇയാൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തുള്ള മറ്റൊരു ടേബിൾ, ആ റെസ്റ്റോറന്റിനകത്തുള്ള മറ്റൊരു ടേബിളിൽ ഒരു പെൺകുട്ടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുകയാണ്. കള്ള സംഭവം എന്താ? അതൊന്നല്ല കേട്ടോ സംഗതി. ഷീ ലുക്ക്ഡ് പുവർ ആൻഡ് സാഡ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഒരു ദാരിദ്ര്യം പിടിച്ച, അധികം നല്ല വൃത്തിയുള്ള വസ്ത്രമൊന്നല്ല, വില കുറഞ്ഞ വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെയൊക്കെ നമ്മുടെ ഈ നറേറ്ററൊക്കെ തോന്നുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു സിമ്പതി തോന്നിയില്ല, ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാവും അല്ലേ, എന്താ ഈ കുട്ടി എന്തെങ്ങനെ നോക്കണതെന്ന്. ദെൻ വൈൽ പേയിങ് ഹെർ ബില്ല്, അപ്പോൾ ആ പെൺകുട്ടി എന്തോ ഭക്ഷണം കഴിച്ചു, കുഴപ്പമില്ലാത്ത ഭക്ഷണം ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ട് അവള് ബില്ലൊക്കെ പേ ചെയ്തു. ഷീ ആസ്ക്ഡ് ദ കാഷ്യർ, അവൾ അവിടെ കൗണ്ടറിലുള്ള കാഷ്യറോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഇഫ് മിസ്റ്റർ ഗുപ്ത വാസ് എൻ ഇന്ത്യൻ. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഒരു ടേബിളിൽ ഇരുന്നപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ
ഗുപ്തൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേഷ്യറോട് ചോദിക്കുകയാണ് എന്ത്, അല്ല അങ്ങേര് എന്താണ് ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് ഏകദേശം ഇന്ത്യക്കാരുടെ രൂപം ഉണ്ടാവില്ല, ഇന്ത്യക്കാർക്ക് എന്തായാലും ഇന്ത്യക്കാരുടെ രൂപമാണല്ലോ ഉണ്ടാവും അല്ലേ. അപ്പോൾ അയാളെ കണ്ടിട്ട് ഇവൾക്ക് സംശയം കൊണ്ട് ഇവൾ ചോദിക്കുകയാണ് ആ മനുഷ്യൻ ഇന്ത്യക്കാരനാണോ എന്ന് അല്ലേ. ആൻഡ് കെയിം ഹിയർ ഫ്രീക്വന്റ്ലി, ഇവിടെ ഇടക്കിടക്ക്, ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ അല്ലേ, ഈ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഇടക്കിടക്ക് വരാറുണ്ടോ എന്നൊക്കെ ആ പെൺകുട്ടി അന്വേഷിച്ചു. അങ്ങനെ ആ പെൺകുട്ടി പോയി, അതും അന്വേഷിച്ചിട്ട് ആ പെൺകുട്ടി പോയി കേട്ടോ. ദെൻ മിസ്റ്റർ ഗുപ്ത വാസ് സർപ്രൈസ്ഡ് ബൈ ഹെർ ആക്ഷൻസ് ആൻഡ് ആസ്ക്ഡ് ദ വെയിട്രസ് അബൌട്ട് ഹെർ. അപ്പോൾ ഒരു പെൺകുട്ടി വരുന്നു, പെൺകുട്ടി കുറേ നേരം തന്നെ ഇങ്ങനെ നോക്കിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോയിട്ട് കൗണ്ടറിലുള്ള ആളോട് തന്നെ കുറിച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണ്ട് എന്തൊക്കെയോ പറയുന്നു. ഇതാണല്ലോ നമ്മുടെ മിസ്റ്റർ ഗുപ്ത കാണുന്നത്. അപ്പം മിസ്റ്റർ ഗുപ്തക്ക് ആകെ സർപ്രൈസ് ആയി, ഇതെന്താണ് ആ പെൺകുട്ടി എന്നെ നോക്കിയിട്ട് എന്താ പറയണേ, ഇനി എന്താ കുഴപ്പമുണ്ടോ, ഞാൻ എന്താ കാണിച്ചോ. അപ്പോൾ ഇയാൾ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഇയാൾ അപ്പം തന്നെ വെയിറ്ററെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ വെയിട്രസ് ഉണ്ട്, ആ വെയിട്രസിനെ വിളിച്ചിട്ട് ചോദിച്ചു ആ കുട്ടി ഏതാണ്. അപ്പോൾ ആ കുട്ടി തന്നെ കുറിച്ചൊക്കെ അന്വേഷിച്ചല്ലേ, അപ്പോൾ അതാരാണ് എന്നൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം ദ വെയിട്രസ് സെഡ്, അപ്പോൾ നമ്മുടെ വെയിട്രസ് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഷീ കെയിം ദർ എവറി സാറ്റർഡേ, എല്ലാ ശനിയാഴ്ചയും ആ പെൺകുട്ടി ഇവിടെ വരാറുണ്ട്. ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന അല്ല ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ വെയിട്രസ് പറയാണ്, ആ ജോലിക്കാരി പറയണത് ആ പെൺകുട്ടി എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരുന്ന കുട്ടി എന്നാണ്. ആൻഡ് പ്രോബബ്ലി വർക്ക്ഡ് അറ്റ് ദ നിയർ ബൈ ഷോപ്പ്, ഒരു പക്ഷേ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലായിരിക്കും ആ പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടാവുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് ആർക്കറിയില്ല, ആ വെയിട്രസിന് അറിയില്ല. അവൾ പറഞ്ഞെന്ത്, ചിലപ്പോൾ ആ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിരിക്കും, പക്ഷെ എല്ലാ ശനിയാഴ്ച ഇവിടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാൻ. ദെൻ സാറ്റർഡേ വാസ് പേ ഡേ. ഈ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ജോലി സാധാരണ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ലണ്ടനിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആഴ്ചയിലൊക്കെ പണം കൊടുക്കും, കൂലി കൊടുക്കും. ഡെയിലി കൊടുക്കില്ല, ആഴ്ചയിലൊക്കെയാണ് കൂലി കൊടുക്കുക. അപ്പോൾ ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് ശനിയാഴ്ചകളിലാണ് കൂലി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പേ ഡേ ആണല്ലോ, കൂലി കൊടുക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ശനിയാഴ്ച പൈസ കയ്യിൽ കുറച്ചുണ്ടാവുമല്ലോ, ഒന്നിച്ച് കൂലി ഒരാഴ്ചത്തെ കൂലി കിട്ടുന്നല്ലേ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി എല്ലാ ശനിയാഴ്ചയും ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത് അല്ലേ. ദെൻ ഓക്കെ, സോ ദാറ്റ് വാസ് പ്രോബബ്ലി ദ ഓൺലി ടൈം ഷീ ഹാഡ് ഇനഫ് മണി ടു ഗെറ്റ് ലഞ്ച് ദർ. അപ്പോൾ അവൾക്ക് ലഞ്ച് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഇനഫ് മണി, വേണ്ടത്ര പണം ആകെ കിട്ടുന്നത് ഈ ഒരു ശനിയാഴ്ചയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ വരുന്നതെന്ന് ആര് പറഞ്ഞു കൊടുത്തു, ഈ വെയിട്രസ് നമ്മുടെ നമ്മുടെ ഈ ഒരു എന്താ പറയാ നെറേറ്റർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദ നെറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഈ നെറേറ്റർക്ക് ഈ ഒരു ഗേളിനെ കുറിച്ച് കുറച്ച് ക്യൂരിയോസിറ്റി, കുറച്ച് ആകാംക്ഷയുണ്ടായി. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ആകാംക്ഷയുടെ മെയിൻ കാരണം എന്താ, ഈ പെൺകുട്ടി തന്നെ കുറിച്ച് അന്വേഷിച്ചല്ലോ അല്ലെ, തന്നെ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നു, താൻ ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്തു, ഇയാൾക്ക് ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വന്നു. ദെൻ ആൻഡ് ട്രൈഡ് ടു ലുക്ക് ഫോർ ഹെർ ദ നെക്സ്റ്റ് ഡേ ബട്ട് ഹി കുഡിന്റ്. അങ്ങനെ അടുത്ത ദിവസവും അയാൾ അതേപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. പക്ഷേ ഹി കുഡിന്റ് അല്ലേ, അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല, അതിനെ സാധിച്ചില്ല. ഹി കുഡിന്റ് ഫൈൻഡ് ദ ഗേൾ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം അവൾ വന്നില്ല. എന്തുകൊണ്ടാ, അവൾ വരണമെങ്കിൽ അവളുടെ കയ്യിൽ പൈസ വേണ്ടേ, പൈസ എപ്പോഴാണ് കിട്ടുക, അടുത്ത ശനിയാഴ്ചയാണ് അല്ലേ. അപ്പൊ ഞാൻ അടുത്ത ശനിയാഴ്ച നോക്കിയാൽ മതി അല്ലേ. അങ്ങനെ ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് സാറ്റർഡേ അല്ലേ, അടുത്ത എന്ത് സംഭവിച്ചു, ശനിയാഴ്ച വരെ ഇയാൾ കാത്തുന്നു. അങ്ങനെ അടുത്ത ശനിയാഴ്ചയായി. ഹി ഫൗണ്ട് ഹെർ അഗൈൻ അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. വീണ്ടും അതേ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് അദ്ദേഹം ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ് അല്ലേ. ദെൻ എന്താ സംഭവിക്കുന്നത്, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ആൻഡ് സ്റ്റാർട്ടഡ് എ കോൺവെർസേഷൻ വിത്ത് ഹെർ. അപ്പൊ ആ പെൺകുട്ടിക്ക് തന്നോട് തന്നെ പരിചയപ്പെടണമെന്ന് ആർക്ക് മനസ്സിലായി, നമ്മുടെ ഗുപ്തക്ക് മനസ്സിലായി. പക്ഷെ ആ പെൺകുട്ടിക്ക് എന്തോ പേടിയോ മടിയോ എന്തോ കാരണം തന്റെ അടുത്തേക്ക് വരാത്തന്നൊക്കെ ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഇയാൾ തന്നെ എന്ത് ചെയ്തു, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്, അയാൾ തന്നെ അയാളെ പരിചയപ്പെടുത്തി. അങ്ങനെ പെൺകുട്ടിയായിട്ട് നേരിട്ട് അങ്ങോട്ട് മുട്ടി. അല്ലെങ്കിൽ ഇന്ത്യക്കാർ അങ്ങനെയാണല്ലോ അല്ലെ, ഇന്ത്യക്കാർ പൊളിയാണല്ലോ. ദെൻ ഷീ ആസ്ക്ഡ് ഹിം, എന്ത് ചെയ്തു, അവള് ഇയാളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്, വെദർ ഹി വാസ് എ വെജിറ്റേറിയൻ ബിക്കോസ് ഷീ ഹാഡ് ഹെഡ് മോസ്റ്റ് ഇന്ത്യൻസ് വേർ വെജിറ്റേറിയൻസ്. അപ്പൊ ഇയാൾ ഇന്ത്യക്കാരനാണെന്ന് ആ കുട്ടി മനസ്സിലാക്കി. അതിനുശേഷം ആ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന്. കാരണം വെജിറ്റേറിയൻ ഹോട്ടലിൽ വെച്ചിട്ടല്ലേ പരിചയപ്പെട്ടത്. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന്. കാരണം എന്താ വെച്ചാൽ അവിടെ കേട്ടിട്ടുണ്ട് എന്ത്, ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള പച്ചക്കറി ഇന്ന ബ്രാഹ്മണന്മാരെ മാത്രമേ ഈ പെൺകുട്ടി കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ. ഇന്ത്യയിൽ അങ്ങനെയാണോ, ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാരും മറ്റുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കാറുള്ളത് അല്ലെ. പക്ഷെ ആ കുട്ടി കേട്ടിട്ടുള്ളത് കൂടുതൽ ഇന്ത്യക്കാരും എന്താണ്, വെജിറ്റേറിയൻസ് ആണ് എന്നുള്ളതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഇന്ത്യയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദെൻ മിസ്റ്റർ ഗുപ്ത ആസ്ക്ഡ് ഹെർ. അപ്പൊ മിസ്റ്റർ ഗുപ്ത അവളോട് ചോദിച്ചു എന്ത്, ഹൗ ഷീ ന്യൂ എനിത്തിങ് അബൌട്ട് ഇന്ത്യ. അവൾക്ക് എങ്ങനെ ഇന്ത്യയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുക, ഇന്ത്യക്കാരെല്ലാവരും പച്ചക്കറിയാണ് കഴിക്കാറുള്ളത് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഇന്ത്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് അറിയാം. അതെങ്ങനെ അറിയാമെന്ന് ആര് ചോദിച്ചു, ഈ നമ്മുടെ ഗുപ്ത ആ പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പൊ ആ പെൺകുട്ടി എന്താ പറഞ്ഞത്, ഷീ ആൻസേർഡ് ദാറ്റ് ഹെർ എൽഡർ ബ്രദർ വാസ് എ സോൾജിയർ പോസ്റ്റഡ് ഇൻ ഇന്ത്യ. അപ്പൊ അവള് കാര്യം പറഞ്ഞത്, എന്റെ എൽഡർ ബ്രദറിന്റെ പേര് നമ്മൾ പറഞ്ഞു ഫ്രാങ്ക് അല്ലെ. അപ്പൊ എന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്കിന് എവിടെയാ ജോലി, ഇന്ത്യയിലാണ്. അദ്ദേഹം ഒരു സോൾജിയർ ആണ്, ബ്രിട്ടീഷ് ആർമിയിലെ സോൾജിയർ ആണ്. അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്ന എവിടെയാണ്, ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇനി എന്തൊക്കെയാണ് സംഭവിക്കണമെന്നും നോക്കാം.
ദ ഗേൾ ലീവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോഡ് മദർ. അപ്പോൾ അവൾ ജീവിക്കുന്ന ഈ ഒരു പെൺകുട്ടി, അതായത് മാഗി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ജീവിക്കുന്നത് അവളുടെ അമ്മയുടെ കൂടെയാണ്. അമ്മ ഷീസ് വിഡോഡ് എന്ന് പറഞ്ഞ, വിഡോ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അല്ലെ, അപ്പൊ വിധവയാണ്. അപ്പൊ വിധവയായ അമ്മയുടെ കൂടെയാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത്. അപ്പൊ അമ്മയും ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ വീട്ടില്. ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ഹെർ എൽഡർ ബ്രദർ. അപ്പൊ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ഏക രക്ഷാധികാരി, അവളുടെ കുടുംബത്തെ പോറ്റുന്നതൊക്കെ ഈ എൽഡർ ബ്രദറായ ഫ്രാങ്ക് ആണ്. അദ്ദേഹത്തിന്റെ പണം കിട്ടിയിട്ട് വേണം ഈ കുടുംബത്തിന് മുന്നോട്ടൊക്കെ പോവാനായി. ദെൻ ദേ ഹാഡ് നോട്ട് റിസീവ്ഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. അപ്പൊ സാധാരണ നമ്മുടെ ഈ ഒരു ഫ്രാങ്ക് എന്ത് ചെയ്യാറുണ്ട്, സഹോദരൻ ഇവൾക്ക് മാഗിക്കും അമ്മയ്ക്കൊക്കെ കത്തയക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ കുറെ ദിവസമായിട്ട്, ഫോർ എ ലോങ് ടൈം എന്നാ പറഞ്ഞത്, കുറെ കാലമായിട്ട് ഫ്രാങ്കിന്റെ ഒരു കത്തും ആർക്ക് കിട്ടുന്നില്ല, മാഗിക്കൊന്നും കിട്ടുന്നില്ല, ലണ്ടനിലേക്ക് ഒരു കത്തും വരുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. ഹെർ മദർ വാസ് വെരി വറീഡ്. അപ്പൊ അവളുടെ അമ്മ ആകെ, അവളുടെ അമ്മയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, മിസ്സിസ് ക്ലിഫോർഡ് അല്ലെ. അപ്പൊ മിസ്സിസ് ക്ലിഫോർഡ് ആകെ വറിയായിട്ട്, ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് പീപ്പിൾ ടോൾഡ് ഹെർ. ആളുകളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ലണ്ടനിൽ അവിടെ ഇവിടെയൊക്കെയുള്ള ആളുകൾ ഇന്ത്യയെ കുറിച്ച് പല കേട്ടറിഞ്ഞിട്ടുള്ള, ചിലപ്പോൾ ഇന്ത്യയൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അവർ അയൽപ്പക്കത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളോട്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്ത്യ വാസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ്. ഇവിടെയാണ് ഫുള്ള് കോമഡി. എന്താ, ഇന്ത്യയിൽ ഫുള്ള് പാമ്പുകളും അതേപോലെ തന്നെ പുലികളൊക്കെയാണെന്ന് ഇവൾക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആൻഡ് ഫീവേഴ്സ്, പിന്നെ ഫുള്ള് പനികൾ, പകർച്ചവ്യാധികളൊക്കെയാണ് അവിടെ. അപ്പൊ അവിടെ പോയ മരണം ഉറപ്പാണ്, ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണെന്ന്. അങ്ങനെയാണോ മക്കളെ? ഏയ് അയ്യോ ഇത് പാമ്പാണോ? നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ പുലിയും പാമ്പൊക്കെ അല്ലേ, ഞാനിവിടെ വയനാട്ടിൽ അവിടെ ഇടക്കിടക്ക് പുലിയും പാമ്പൊക്കെ വരലുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പുലി ഉണ്ടോന്ന്? ഇല്ലല്ലോ. ഓക്കെ. അപ്പം എന്താണ്, നമ്മളെ നാട്ടിൽ അങ്ങനെ എല്ലായിടത്തൊന്നും ഇല്ല അല്ലേ. കാട്ടിലേക്കൊക്കെ പോയാൽ പിന്നെ പുലിയൊക്കെ ഉണ്ടാവും, കാട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിൽ എന്തില്ല, പുലികളും പാമ്പുകളൊന്നും ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ എന്താ ഇംഗ്ലീഷുകാർ സായിപ്പന്മാരിൽ കുറെ ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഫുള്ള് കാടാണ്, എല്ലായിടത്തും പുലികളും പാമ്പുകളൊക്കെ ആണെന്നാണ്. എന്താ ചെയ്യല്ലേ, ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിച്ചാൽ ഇന്ത്യയൊക്കെ ഇങ്ങനെ ആൾക്കാർ വരിക. അപ്പൊ എന്തായാലും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ പുലി പിടിച്ചിട്ടുണ്ടാവോ പാമ്പ് പിടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഈ അമ്മ അങ്ങനെ ജീവിക്കുന്നത് അല്ലേ. നോക്ക്, ഹെർ മദർ വാണ്ടഡ് ടു ആസ്ക് ആൻ ഇന്ത്യൻ. അപ്പൊ ഇവളുടെ അമ്മക്ക് ഈ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണ്ടേ, എങ്ങനെങ്കിലും എന്ത് ചെയ്യണം, തന്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് അറിയണം, ഇന്ത്യയെ കുറിച്ച് അറിയണം. അപ്പൊ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടണം, എന്നിട്ട് എന്ത് ചെയ്യണം, അബൌട്ട് ദീസ് തിങ്സ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇന്ത്യ ശരിക്കും ഇങ്ങനെയാണോ, പേടിക്കേണ്ട സ്ഥലമാണോ എന്നൊക്കെ ഈ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കണ്ടിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ മോളോട് പറഞ്ഞിട്ടുണ്ടാവും, മോളെ നീ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ഇന്ത്യക്കാരനെ കാണുകയാണെങ്കിൽ ഒന്ന് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന്. അങ്ങനെയായിരിക്കും നമ്മുടെ മാഗി ആരെ കണ്ടെത്തിയത്, നമ്മുടെ ഗുപ്താജിയെ കണ്ടെത്തിയത് അല്ലേ. അപ്പൊ ഗുപ്തയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇയാളായിട്ട് എങ്ങനെ മുട്ടണം, എന്നിട്ട് ഇയാൾ എങ്ങനെയെങ്കിലും അമ്മൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നുള്ള പ്ലാൻ ആയിരിക്കും നമ്മുടെ മാഗിക്ക് ഉണ്ടായിരിക്കുക. നോക്കാം എന്താ, ദ ഗേൾ വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു മീറ്റ് ഹെർ മദർ. അപ്പൊ നമ്മൾ പറഞ്ഞില്ല എന്താണ്, ഈ പെൺകുട്ടിക്ക് അതായത് മാഗിക്ക് ആരെ, ഗുപ്തയെ എങ്ങനെയെങ്കിലും തന്റെ അമ്മയെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കണം. ബട്ട് ഡിഡിൻ ഹാവ് ദ കറേജ് ടു ആസ്ക് ഹിം. പക്ഷേ എന്താണ്, അത് അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. പരിചയപ്പെട്ടിട്ടല്ലോ ജസ്റ്റ് അല്ലേ, ഫസ്റ്റ് ദിവസം പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾ എൻ്റെ അമ്മനെ കാണാൻ എൻ്റെ കൂടെ വരണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്, വേറെ രാജ്യക്കാരനാണ് അല്ലേ. അപ്പോൾ ഇയാളോട് എങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവതരിപ്പിക്കുക എന്നൊക്കെ അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവളുടെ പ്രശ്നം ഏറെക്കുറെയൊക്കെ നമ്മുടെ ആര് മനസ്സിലാക്കാണ്, ഗുപ്ത മനസ്സിലാക്കാണ്. ഇവിടെ ഗുപ്തയുടെ ആ ഒരു ഫിലോന്ത്രോപ്പിക് മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗുപ്ത. അപ്പൊ അതുകൊണ്ട് ഈ പാവം കുട്ടിയുടെ നിസ്സഹായാവസ്ഥ, ഹെൽപ്ലെസ് സിറ്റുവേഷൻ അദ്ദേഹം മനസ്സിലാക്കാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ദ നറേറ്റർ വിഷ്ഡ് ടു മീറ്റ് ഹെർ പുവർ ആങ്ഷ്യസ് മദർ. അതായത് ഈ ഒരു പാവം അമ്മ, നമ്മുടെ മിസ് ക്ലിഫോർഡ് അല്ലേ, മാഗിയുടെ അമ്മ, വളരെ ഷീ ഈസ് വെരി ആങ്ഷ്യസ് അല്ലേ, അവൾ വളരെ ആങ്ഷ്യസ്, വളരെ ഉത്കണ്ഠാകുലയായിട്ട് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, തന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് നിൽക്കല്ലേ. ആ പാവം സ്ത്രീയെ ഒന്ന് മീറ്റ് ചെയ്യാൻ ആരാഗ്രഹിച്ചു, ദ നറേറ്റർ വിഷ്ഡ്, നറേറ്റർ ആഗ്രഹിച്ചു അല്ലേ. ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് ടു നോ ഹൗ ദ പുവർ പീപ്പിൾ ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അത് മാത്രമല്ല ഗുപ്തക്ക് വേറൊരു കാര്യം കൂടി ആഗ്രഹമുണ്ട്. ഗുപ്ത അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളാണ്, അയാൾ അവിടെ സിവിൽ സർവീസ് ജോലിയൊക്കെ ചെയ്യല, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള രീതിയിൽ നല്ല സോഷ്യൽ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഗുപ്തയ്ക്ക് എന്താന്ന് വിചാരിച്ചാൽ, ഗുപ്ത ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തെ അടുത്തറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലണ്ടനിലുള്ള പാവപ്പെട്ട ആളുകൾ, ലണ്ടനിലുണ്ടാവില്ല കുറെ പാവപ്പെട്ട ആളുകൾ, അവിടെയുള്ള പാവപ്പെട്ടവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അവരെന്തൊക്കെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ആർക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഗുപ്തക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ മാഗിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായിട്ടുള്ള കുടുംബമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവരുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റും, അവിടുത്തെ പാവങ്ങളുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നും ആര് മനസ്സിലാക്കി, നമ്മുടെ ഗുപ്ത. അപ്പൊ അദ്ദേഹത്തിന് അതുകൂടി അറിയണമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗുപ്താജി അങ്ങോട്ട് പോയി പറഞ്ഞത്, സോ ഹി ടോൾഡ് ഹെർ, അതായത് അദ്ദേഹം മാഗിയോട് പറയണത്, ഹി വുഡ് മീറ്റ് ഹെർ മദർ, നിന്റെ അമ്മയെ ഞാൻ കാണാൻ വരൂട്ടോ എന്ന് പറഞ്ഞു. ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അമ്മയെ കാണാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഷി വാസ് വെരി ഹാപ്പി അബൌട്ട് ദിസ്. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. തേടിയ വള്ളി ഒലക്കമ്മ ചുറ്റി അല്ലല്ലോ,
പറയില്ലല്ലേ, കാൽമ ചുറ്റിന്ന എന്തോ പറയില്ലേ, എന്തായാലും അതേമാതിരി തന്നെ ആയില്ലേ. വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും വാലല്ല പാലല്ലേ, അങ്ങനല്ല, നേരെ തിരിച്ച് എന്താ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അല്ലേ. അപ്പൊ എന്ത് തേങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും എന്താണ് ഇവർക്ക് എന്തായി, അവൾക്ക് പെരുത്ത് സന്തോഷമായി. ഏതായാലും മൂപ്പര് വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ, ഇനിയിപ്പോ നേരിട്ട് പറഞ്ഞോട്ടെ, അമ്മക്ക് ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് ചോദിച്ചോട്ടെ അല്ലേ. അപ്പൊ എന്താ സംഭവിക്കണത് നമുക്ക് നോക്കാം. ദ ഗേൾസ് നെയിം വാസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അപ്പോൾ ശരിക്കും നമ്മുടെ മാഗിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണല്ലോ, ഫുൾ നെയിം എന്താണ്, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫുൾ നെയിം കൂടി എഴുതണം കേട്ടോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്തായാലും എഴുതണം. ദെൻ യൂഷ്വലി കോൾഡ് മാഗി, അവളെ സാധാരണ എല്ലാവരും വിളിക്കാറുള്ളത് എങ്ങനെയാ, മാഗി എന്നാണ്. അപ്പൊ നമുക്ക് മാഗി എന്ന് വിളിക്കാമല്ലോ, നമ്മളെ മാഗി മോളല്ലേ അല്ലേ. ന്യൂഡിൽസിന്റെ പേര് ഓർമ്മയില്ലല്ലേ, മാഗി എന്നുള്ള പേര് വെക്കുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ വിശക്കണം. സോ നോക്കേ, ഷീ വാസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർസ്. അപ്പൊ അവിടെ സിവിൽ സർവീസ് സ്റ്റോറിലെ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട്, ഒരു സാധാരണ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. ഷീ ഡിഡിന്റ് റിയലി ലൈക്ക് ദ വർക്ക്. പക്ഷെ അവൾക്ക് അവിടെ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ല കേട്ടോ. താല്പര്യമില്ലാതെ എന്താണ്, ദാരിദ്ര്യം കാരണം പോകുന്നു എന്നുള്ളൂ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ. അവൾക്ക് ആഗ്രഹം എന്താണ്, ബിക്കോസ് ഇറ്റ് വാസ് വെരി മെക്കാനിക്കൽ. കാരണം എന്താ വെച്ചാൽ അത്ര ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാതെ രാവിലെ പോകുന്നു, കുറെ പറഞ്ഞെടുക്കുന്ന കുറെ സാധനങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, വെറും യാന്ത്രികമായിട്ടുള്ള ജോലിയായിരുന്നു ഈ ടൈപ്പിസ്റ്റിന്റെ ജോലി. അപ്പൊ അതുകൊണ്ട് അതിനോട് അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഷീ വാണ്ടഡ് ടു ബി എ സെക്രട്ടറി ആൻഡ് ടേക്ക് ഹർ മദർ അവേ ഫ്രം ദെയർ പുവർ നൈബർഹുഡ് ലാംബേത്ത്. ലാംബേത്ത് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് അവൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അവളുടെ ആഗ്രഹം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സെക്രട്ടറി ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവിടുത്തെ ഒരു സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്റെ അമ്മയെ ഇപ്പൊ താമസിക്കുന്ന ദാരിദ്ര്യം പിടിച്ച സ്ഥലത്ത് നിന്നൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം. നല്ല സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് അല്ലേ. അപ്പൊ എന്തായാലും അവളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കട്ടെ, അവിടെ കട്ടെ. സോ നോക്കേ, മിസ്റ്റർ ഗുപ്ത ആസ്ക്ഡ് മാഗി. അപ്പൊ നമ്മുടെ മിസ്റ്റർ ഗുപ്ത, നമ്മുടെ നറേറ്റർ എന്ത് ചെയ്തു, മാഗിയോട് ചോദിക്കുകയാണെന്ത്, ഇഫ് ഹർ ഫാദർ യൂസ്ഡ് ടു കോൾ ഹർ മാക്സി. അല്ല, നിന്റെ അച്ഛൻ നിന്നെ മാക്സി എന്നാണോ വിളിക്കലെന്ന്. അതുകൊള്ളല്ലോ, മാക്സിയ ചുരിദാറാണ് അല്ലേ. അപ്പോൾ സംഭവം ധരിച്ചാൽ മൂപ്പര് വെറുതെ ഒന്ന് അടിച്ചു വിട്ടു നോക്കിയത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ശശികുമാർ എന്ന് ഒരാളുടെ ഫുൾ നെയിം ഉണ്ടെങ്കിൽ സാധാരണ നമ്മളെ ഇന്ത്യക്കാരെന്ത് വിളിക്കും, ശശി എന്ന് വിളിക്കും അല്ലേ. അതേപോലെ തന്നെ എന്താണ്, ബാബു ദിവാകരൻ എന്നാണ് ഒരാളുടെ പേരെങ്കിൽ എടാ ബാബു എന്ന് വിളിക്കൂലേ. അതേപോലെ സോമനാഥ് ചാറ്റർജി എന്നാണെങ്കിലോ എടാ സോമ എന്ന് വിളിക്കൂലേ. അതേമാതിരി തന്നെയാണ് ഇയാളൊന്ന് അടിച്ചു വിട്ടതാണ്. കാരണം അച്ഛന്മാരാണല്ലോ കൂടുതൽ സ്നേഹത്തോടെ പേര് ഷോർട്ട്, അച്ഛന്മാരല്ലെങ്കിലും മടിയന്മാരല്ലേ. അപ്പൊ ഫുൾ നെയിം ഒന്നും വിളിക്കില്ല, ഫുൾ നെയിമിന് വരെ എന്ത് ചെയ്യും, ഷോർട്ടായിട്ട് വിളിക്കുള്ളൂ അല്ലേ. അപ്പൊ ഈ എന്ത് ചെയ്യുന്നു, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നൊന്നും ഫുള്ളായിട്ട് വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ അച്ഛൻ നിന്നെ മാക്സി എന്നല്ലേ വിളിക്കലും മോളെ എന്ന് ചോദിച്ചു. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെയല്ലേ വിളിക്കാറുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ മാഗി പറയണത്, മാഗി വാസ് സർപ്രൈസ്ഡ് ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഹി ഹാഡ് നോൺ. അപ്പൊ മാഗിക്ക് ആകെ അത്ഭുതം, ഇതൊക്കെ എങ്ങനെ മനസ്സിലായി. ആര്, മാഗി ആരോട് ചോദിക്കുകയാണ്, ഗുപ്താജിയോട്. അപ്പൊ സംഭവം റെഡി ആയില്ലേ, കറക്റ്റ് നറുക്കിട്ട് കറക്റ്റ് ആയി അല്ലേ. നിങ്ങൾ വേണമെങ്കിൽ അതും പെമ്പിള്ളേരോടൊക്കെ ചോദിച്ചാൽ കണ്ടി, എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെയല്ലേ വിളിക്കല്. ഇപ്പോൾ ആയിഷ എന്നൊക്കെ പേരുള്ള ആളോട് അല്ല ഐഷു എന്നാണോ നിന്റെ ഒപ്പം നിന്നെ വിളിക്കല് എന്നൊക്കെ ചോദിച്ചാൽ കണ്ടി. അതേപോലെ തന്നെ പാർവതി എന്നുള്ളതുകൊണ്ട് മോളെ പാർക്കുട്ടി എന്നാണോ നിന്നെ വീട്ടിൽ വിളിക്കൽ എന്നൊക്കെ ചോദിച്ചാൽ കണ്ടി. ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാലോ അടിച്ചാൽ ലോട്ടറി അല്ലേ, കിട്ടിയ ഒരു കുട്ടി പോയ ചട്ടി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. സോ ഓക്കെ, ഹി ജോക്ക്ഡ് ദാറ്റ് ഇന്ത്യൻസ് ന്യൂ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ് ഓഫ് മാജിക്. അപ്പൊ സംഗതി അടിച്ചു, ലോട്ടറി അടിച്ചു അല്ലേ. അതായത് ഒരു വെറുതെ ഒന്ന് തള്ളി കൊടുത്താണ് നിന്റെ അച്ഛനെ മാക്സി എന്നല്ലേ വിളിക്കലെന്ന്. അപ്പൊ ശരിയായി. അപ്പൊ ശരിയായപ്പോ തന്നെ ഇതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഇവളാകെ അത്ഭുതപ്പെട്ട് വണ്ടടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒന്നും കൂടി വണ്ടടിപ്പിക്കാൻ വേണ്ടി ഇയാൾ തമാശ രീതിയിൽ പറഞ്ഞ്, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ കുറെ മാജിക് ഒക്കെ അറിയാവുന്നവരാണ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഭാവിയൊക്കെ പ്രവചിക്കാൻ കഴിയുന്ന നല്ല ജ്യോത്സ്യന്മാരാണ് നമ്മൾ ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇന്ത്യക്കാരെ കുറിച്ച് അവൾ ഓൾറെഡി അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഫുള്ള് മഹർഷിമാരാണ് ഇവന്മാർ, ഭാവിയെ കുറിച്ചൊക്കെ പ്രവചിക്കുന്നൊക്കെ. അങ്ങനെ കുറെ കള്ളന്മാർ ഇന്ത്യയിൽ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇന്ത്യ രഞ്ജത്ത് കയറണ്ട. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്, ആൾക്കാരെ തട്ടിപ്പെടുത്തണം അല്ലേ, ഭാവി അറിയും ഭൂതം അറിയും പ്രേതം അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ നോക്ക്, എന്താ മാഗി സെഡ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ മാഗി പറയണത്, ഷീ ഹാഡ് ഹേർഡ്. അവള് കേട്ടിട്ടുണ്ട് എന്ന്. അവൾ എന്താ കേട്ടത്, സച്ച് തിങ്സ് അബൌട്ട് യോഗീസ്. നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ യോഗിമാരെ കുറിച്ച്, കുറെ മുനിമാരെ കുറിച്ചൊക്കെ, ഇങ്ങനെ കഴിവുള്ള സിദ്ധന്മാരെ കുറിച്ചൊക്കെ അവള് കേട്ടിട്ടുണ്ട്. ബട്ട് മിസ്റ്റർ ഗുപ്ത വാസ് നോട്ട് എ യോഗി. പക്ഷെ മിസ്റ്റർ ഗുപ്ത ഉണ്ടല്ലോ, ഇദ്ദേഹം യോഗി അല്ലല്ലോ. കാരണം എന്താ, നേരത്തെ ചോദിച്ചില്ലായിരുന്നു വെജിറ്റേറിയൻ ആണോ എന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞിരുന്നു എന്ത്, ഞാൻ വെജിറ്റേറിയൻ അല്ല, ഞാൻ എല്ലാം കഴിക്കും. ഇപ്പം വെജിറ്റേറിയൻ കഴിക്കാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയി എന്നുള്ളൂ, പക്ഷെ എല്ലാം കഴിക്കുന്ന അയാൾ പറഞ്ഞിരുന്നു. അപ്പം തന്നെ അവൾക്ക് ഒരു ചെറിയൊരു ഇംപ്രഷൻ പോയിക്കണം. കാരണം ഇന്ത്യക്കാരൊക്കെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നായിരുന്നല്ലോ അവളുടെ ഒരു ഡ്രീം, കൂടുതൽ ആൾക്കാരും. പക്ഷേ നമ്മുടെ ഗുപ്ത ഈ വെജിറ്റേറിയൻ അല്ല, നോൺ വെജും കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ചെറിയൊരു ഇംപ്രഷനൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ ഇവൾ പറയണത്, ഗുപ്ത എന്നല്ല, ബിക്കോസ് യോഗീസ് ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്. ഈ യോഗികളൊന്നും അങ്ങനെ ഇറച്ചിയൊന്നും കഴിക്കാറില്ല, മാംസാഹാരം ഒന്നും കഴിക്കാറില്ല. പക്ഷെ നമ്മുടെ ഗുപ്ത മാംസാഹാരം കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അയാൾ എന്തായാലും യോഗിയല്ല. പക്ഷെ ഇയാൾക്ക് എങ്ങനെ പിന്നെ ഫ്യൂച്ചറൊക്കെ പറയാൻ കഴിയുന്നത് എന്നുള്ളൊരു അത്ഭുതമായിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ദെൻ
That was why she had asked him if he was a vegetarian earlier. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, നേരത്തെ ചോദിച്ചത് ഇവൾ എന്ത് യോഗിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, അത്യാവശ്യം കഴിവുള്ള ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവള് നിങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്നൊക്കെ നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഇവളുടെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ പച്ചക്കറി തിന്ന ആൾക്കാരൊക്കെ യോഗികളാണ്, അവർക്കൊക്കെ എന്താണ് ആ ഭൂതം ഭാവിയൊക്കെ പ്രവചിക്കാൻ കഴിയുന്നൊക്കെയാണ്. പാവ എന്താ ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടെ ബിലീഫ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവളുടെ ക്യാരക്ടർ സ്കെച്ചിൽ, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്, മറക്കണ്ട. മാഗീസ് മദർ ആൻഡ് ദ ക്രിസ്റ്റൽ റിംഗ്. മാഗിയുടെ അമ്മയും ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ ക്രിസ്റ്റൽ പോലുള്ള ഒരു റിംഗ്, ഒരു മോതിരവും. ഓക്കെ, മാഗിയുടെ അമ്മയുടെ കയ്യിൽ ഒരു മോതിരം, ആ മോതിരത്തിന് വലിയൊരു രഹസ്യം കേട്ടോ. എന്താ നമുക്ക് നോക്കാം, ശ്രദ്ധിക്കേ. ദേ റീച്ച്ഡ് മാഗീസ് ഹൗസ്. അങ്ങനെ നമ്മുടെ നറേറ്റർ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചു. എവിടെ എത്തി? മാഗിയുടെ കൂടെ മാഗിയുടെ വീട്ടിലേക്ക് എത്തി അല്ലെ. അങ്ങനെ എന്താ സംഭവിക്കണേ? ഹെർ മദർ വാസ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ ദ കിച്ചൺ. അപ്പോൾ ഇവളുടെ അമ്മ എന്താണ് ഡൗൺ സ്റ്റേഴ്സ്, താഴെ അവരൊരു മേൽഭാഗത്ത് വീടും പിന്നെ താഴെ അണ്ടർഗ്രൗണ്ടിൽ അവരുടെ ഒരു കിച്ചണ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അമ്മ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി ജീവിക്കണ്ടേ. അപ്പോൾ അമ്മ താഴെയുള്ള ആ കിച്ചണിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അമ്മ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ജോലിയിലായിരുന്നു. ബേക്കിംഗ് കേക്ക് പാചകം ചെയ്യായിരുന്നു. ദെൻ സാറ്റർഡേ വാസ് എ ഫെസ്റ്റീവ് ഡേ. അപ്പോൾ ഒരു സാറ്റർഡേ, എനിക്ക് തോന്നുന്നു അന്ന് തന്നെ, അന്നത്തെ ദിവസം തന്നെയാണല്ലോ ഇവർ പരിചയപ്പെടുന്നത് അല്ല, പരിചയപ്പെടുന്ന ദിവസം തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, സാറ്റർഡേ ഒരു ഫെസ്റ്റിവൽ ഡേ ആണ്. പ്രത്യേകിച്ച് എന്താ വിചാരിച്ചാൽ അടുത്ത ദിവസം ലീവാണല്ലോ, ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ശനിയാഴ്ചയാണെങ്കിൽ എല്ലാവർക്കും പൈസ കിട്ടും. ഈ സാധാരണ ഈ പാവപ്പെട്ടവരുടെ കിടക്കുന്നതൊക്കെ കൂലിപ്പണിക്കാരാവൂലേ. അപ്പോൾ എല്ലാവർക്കും പൈസ കിട്ടുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച. അപ്പോൾ ആ ദിവസം വേണം അവരിങ്ങനെ അടിച്ചു വിളിക്കാൻ ഞായറാഴ്ചയിലേക്കുള്ള പോർക്കും അതും ഇതും കേക്കും ആഘോഷങ്ങൾ നടത്താനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണ്ടേ. അതൊക്കെ വാങ്ങുന്ന ദിവസമാണ്. അപ്പോൾ നന്നായിട്ട് കച്ചവടം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കേക്കിനൊക്കെ നല്ല കച്ചവടം ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വിൽക്കാനുള്ള പരിപാടിയിലാണ് ആര്, നമ്മുടെ അമ്മ അല്ലെ, ക്ലിഫോർഡ്. സോ നോക്കേ, ഫോർ ദ പുവർ പീപ്പിൾ ബിക്കോസ് ഇറ്റ് വാസ് ദ പേയബിൾ ഡേ ആൻഡ് ദ പുവർ കുഡ് അഫോർഡ് ടു സ്പെൻഡ് എ ലിറ്റിൽ. അപ്പോൾ ഈ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെസ്റ്റിവൽ ഡേ ആണ്. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ആ ദിവസമാണ് പേ ഡേ, അവർക്ക് ശമ്പളം കിട്ടുന്ന ദിവസം, കൂലി കിട്ടുന്ന ദിവസം. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് ഒരു ദിവസം. അതായിരുന്നു ശനിയാഴ്ചയാണ് അവിടെ കാര്യമായിട്ട് പാവങ്ങൾ പൈസ എന്തെങ്കിലും ചിലവാക്കുക. ദെൻ സോ അതുകൊണ്ട് തിങ്സ് ലൈക്ക് കേക്ക്സ് വെർ സോൾഡ് ഫ്രം കാർഡ്സ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ ഈ കേക്കൊക്കെ പോലെയുള്ള സാധനങ്ങൾ, ഈ പാവങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കാർഡ്സ് വണ്ടികളിലൊക്കെ ആക്കിങ്ങാണ്ട് ഇവർ തെരുവുകളിലൊക്കെ പോയിട്ട് വിൽക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കുകയാണ് എന്ത് ചെയ്ത് പെണ്ണുമ്പിള്ള അല്ലേ. സോ നോക്കേ, മിസ്സിസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത അബൌട്ട് ഇന്ത്യ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ ഗുപ്തനെ കണ്ടപ്പോൾ തന്നെ ക്ലിഫോർഡ് ചോദിക്കാൻ വെച്ച ചോദ്യം കണ്ട് പുറത്തേക്ക് വിട്ടു. എന്താ, ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, ഇന്ത്യയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന്. കാരണം ടെൻഷനാണ് അല്ലേ. ദെൻ ഹി അഷ്വേർഡ് ഹെർ ദാറ്റ് ഇന്ത്യ വാസ് സേഫ്. അപ്പം തന്നെ നമ്മുടെ എന്ത് ചെയ്തു, ആദ്യം അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുപ്താജി പറഞ്ഞു, നിങ്ങൾ കരുതുന്നത് പോലെ ഇന്ത്യ അത്ര വലിയ ഡേഞ്ചർ സ്ഥലമൊന്നുമല്ല, ഇന്ത്യ ഈസ് സേഫ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന ആരും കടുവയും പാമ്പും മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ പേടിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ഷീ സെഡ് ഹെർ സൺ വാസ് ഇൻ പഞ്ചാബ്. അപ്പോൾ അമ്മ പറയണത്, എൻ്റെ മകൻ പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പട്ടാളക്കാരനായിട്ട് പഞ്ചാബിലാണ്, പഞ്ചാബ് റെജിമെന്റിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഹി റിപ്ലൈഡ് ദാറ്റ് പഞ്ചാബ് വാസ് എ ഫൈൻ ആൻഡ് ഹെൽത്തി പ്ലേസ് വിത്ത് ലിറ്റിൽ ഫീവർ. അപ്പോൾ തന്നെ നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ഈ ഒരു ഗുപ്താജി പറഞ്ഞത് എന്ത്, പഞ്ചാബാണ്, നിങ്ങൾ ഒന്നോട്ട് പേടിക്കേണ്ട, പഞ്ചാബ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലേസ് ആണ്, നല്ല ആരോഗ്യമുള്ള സ്ഥലമാണ്. പഞ്ചാബികളൊക്കെ കണ്ടി നല്ല ആരോഗ്യമാണല്ലോ അല്ലേ. എന്തായാലും പേടിക്കേണ്ട, നമ്മുടെ ഇന്ത്യയിലെ ഒരു റിയാലിറ്റി ആണ് കേട്ടോ. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തെക്കാളും നല്ല മികച്ച സ്ഥലമാണ് പഞ്ചാബ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പഞ്ചാബൊക്കെ നല്ല ആരോഗ്യകരമായിട്ടുള്ള സ്ഥലമാണ്, അത്ര മലിനീകരണം ഒന്നും ഇല്ലാത്ത, അധികം പനി അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത, നല്ല ആരോഗ്യമുള്ള നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് പഞ്ചാബ് എന്ന് പറഞ്ഞു. ഷി വാസ് ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. അത് കേട്ടപ്പോൾ ഷി വാസ് ഹാപ്പി. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി അല്ലേ, അവള് ഭയങ്കര സന്തോഷമായി, നമുക്ക് ഇപ്പോഴാണ് സമാധാനമായതല്ലേ. ദെൻ എന്താണ്, ഷീ ടോൾഡ് മാഗിയോട് പറഞ്ഞു, അമ്മ പറയണെന്ത്, ടു ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റേഴ്സ് ടു ദ സിറ്റിംഗ് റൂം. അപ്പം മേലെയാണ്, താഴെയുള്ള കിച്ചൺ, അപ്പോൾ നേരെ താഴേക്കായിരിക്കും ചിലപ്പോൾ അവർ പോകും അല്ലേ, നേരെ അങ്ങനെ ആയിരിക്കും വീട്, സ്റ്റെപ്പായിട്ടുള്ള വീടായിരിക്കും. എന്നിട്ട് അവിടുന്ന് പിന്നെ എന്ത് പറഞ്ഞു, മാഗിയോട് പറഞ്ഞു, നീ ഇദ്ദേഹത്തെ നേരെ മേലെ സിറ്റിംഗ് റൂമിലേക്ക്, അതായത് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലേ. ബിക്കോസ് ഷി വാസ് ഡൺ വിത്ത് ബേക്കിംഗ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഇവർ മേലെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മുപ്പത്തേക്ക് വരല്ലോ, അതിന് വേണ്ടിയിട്ട് ഷീ വാഷ്ഡ് ഹെർ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ഹിം സം ടീ. അങ്ങനെ അതിന് ശേഷം പിന്നെ അമ്മ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ കഴുകിയിട്ട് ചായയുമായിട്ട് വന്നു. ആർക്കുള്ള, ഇയാൾക്കുള്ള ചായയുമായിട്ട്, ഗുപ്താജിക്കുള്ള ചായയുമായിട്ട് വന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ മേലെന്ന് ചോദിച്ചറിയല്ലോ അല്ലേ. അപ്പോൾ നോക്കാം ഇനി എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആസ് ദേ ഡ്രാങ്ക് ടീ, അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. അവർക്ക് ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ കുറിച്ച് തന്നെ സംസാരിക്കുക, അതിനാണല്ലോ ഇയാളെ വിളിച്ചു വരുത്തിയത് അല്ലേ. നോക്കെ, മിസ്സിസ് ക്ലിഫോർഡ് ഷോഡ് ദ നറേറ്റർ എ പിക്ചർ ഓഫ് ഹർ സൺ. അപ്പോൾ അതിനിടയ്ക്ക് തന്റെ മകൻ ഫ്രാങ്കിന്റെ ഒരു പിക്ചർ, ഒരു ഫോട്ടോ ആര് കാണിച്ചു കൊടുക്കുകയാണ്, ഈ അമ്മ നമ്മുടെ ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗുപ്ത കണ്ടിട്ടില്ലല്ലോ ആളെ അല്ലെ, ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കോൾഡ് ഫ്രാൻസിസ് ഓഫ് ഫ്രാങ്ക്. അപ്പോൾ ഇയാളുടെ പേര് അപ്പോഴാണ് പറയുന്നത്, ഫ്രാൻസിസ് എന്നാണ് ഫുൾ നെയിം, അയാൾ വിളിക്കുന്നത് ഫ്രാങ്ക് എന്നാണ് കേട്ടോ. സോ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്, അയാൾ ഈ ഇന്ത്യയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുത്തുള്ള ഒരു
ഫോട്ടോയാണ്. ആ ഫോട്ടോയാണ് ഇപ്പൊ ഗുപ്തക്ക് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. ദെൻ ഈ ഹാഡ് സെൻഡ് മാഗി എ പിക്ചർ ബുക്ക് ഓഫ് ഷിംല ഫോർ ഹെർ ബർത്ത്ഡേ. അപ്പൊ ഇതിനിടക്ക് ഇവൻ ഇന്ത്യയിലേക്ക് പോയ സമയത്ത് ആരുടെ ബർത്ത്ഡേ കഴിഞ്ഞിരുന്നു? മാഗിയുടെ, അതായത് ഫ്രാങ്കിന്റെ സഹോദരിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിരുന്നു. അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സഹോദരിക്ക് ഇവൻ അയച്ചു കൊടുത്ത് ഷിംലയിലുള്ള ഒരു പിക്ചർ ബുക്ക് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടങ്ങിയ ഒരു പിക്ചർ ബുക്ക് ആയിരുന്നു അയച്ചു കൊടുത്തിരുന്നത്. ആ പിക്ചർ ബുക്കും അദ്ദേഹം ഇവർക്ക് കാണിച്ചു കൊടുത്തു. ദെൻ ഇദ്ദേഹത്തിന് അദ്ദേഹമല്ല ഈ മാഗിയുടെ അമ്മയും എന്ത് ചെയ്തു? നമ്മുടെ ഗുപ്തക്ക് കാണിച്ചു കൊടുത്തു. ദെൻ ഫ്രാങ്ക് ഹാഡ് ഓൾസോ സെൻഡ് ഹിസ് ഫാമിലി എ മാജിക് റിംഗ് ദാറ്റ് ഹി ബോട്ട് ഫ്രം എ യോഗി. അപ്പോൾ ഈ കത്തുകളൊക്കെ അയക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ഒരു റിങ്, ഒരു ക്രിസ്റ്റൽ റിങ് കൂടി ഈ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ റിങ് ആര് കൊടുത്താന്നാ പറഞ്ഞത്? ഒരു യോഗിയിൽ നിന്ന് വാങ്ങിയത്. പാവം ഏതോ സന്യാസി പറ്റിച്ചിരുന്നു അല്ലേ. ഓക്കെ, ഒരു യോഗി, ഇവിടെ കുറെ അങ്ങനത്തെ സിദ്ധയോഗികൾ ഉണ്ടല്ലേ, മറ്റേ മരത കല്ല്, മറ്റേ കല്ല്, ഈ കല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ആ ആളുകളെ പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഒരു അത്ഭുത ശക്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത്തരത്തിൽ അവർ പറ്റിച്ചതാണെന്ത്? ഏതൊരു ചങ്ങായി, ഏതൊരു യോഗി നമ്മുടെ ആ സായിപ്പിനെ പറ്റിച്ചതാണെന്ത്? ഒരു റിങ് കൊടുത്തു. ആ റിങ് കൊടുത്തിട്ട് ആ റിങ്ങിന്റെ കഴിവെന്താണെന്ന് പറയുന്നത്? ദ യോഗി ഹാഡ് ടോൾഡ് ഹിം, അതായത് ആ യോഗി, ആ മോതിരം കൊടുത്ത ആ ഒരു സന്യാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? വൺ കുഡ് സീ എ ഡിസ്റ്റന്റ് പേഴ്സൺ ഇൻ ദ റിങ്. അടിപൊളി. ഇതെന്താ IMO അല്ലെങ്കിൽ വാട്സപ്പോ? എന്താ പറഞ്ഞത് അറിയോ? ആ റിങ്ങിലൂടെ നോക്കി കഴിഞ്ഞാൽ ദൂരെയുള്ള ഒരാളെ വരെ നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ട്. എന്തായാലും നോക്ക്, എന്താണ്? ഇഫ് ദേ കോൺസെൻട്രേറ്റഡ് ഇനഫ്. അപ്പൊ നല്ല ശ്രദ്ധയോടെ നോക്കി കഴിഞ്ഞാൽ ആ മോതിരത്തിനുള്ളിൽ കൂടിയ നമുക്ക് വാട്സപ്പ് ചാറ്റ് ഒക്കെ ചെയ്യുന്ന മാതിരി, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ഒക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത്? നമുക്ക് ആ മോതിരത്തിനുള്ളിലൂടെ ദൂരെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നു. പാവം പറ്റിച്ചു അല്ലേ. ദെൻ എന്താണ്? മിസ്റ്റർ ഗുപ്ത റിയലൈസ്ഡ് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി റിങ്. പക്ഷേ ഗുപ്ത ഇന്ത്യക്കാരനല്ലേ, ഒരു ഇന്ത്യക്കാരനല്ലേ, ഇന്ത്യക്കാരന്റെ കള്ളത്തരം മനസ്സിലാവുള്ളൂ അല്ലേ. മിസ്റ്റർ ഗുപ്തക്ക് ആ മോതിരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് തരികിടയാണ്, ഇതൊരു സാധാരണ ഒരു ഓർഡിനറി റിംഗ് ആണെന്ന്. പക്ഷെ പുറത്ത് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തളക്ക് കൂടുതൽ സങ്കടമാവും അല്ലേ. അപ്പൊ എന്താ ഇത്? ബട്ട് ഡിഡിൻ ഹാവ് ദ ഹാർട്ട് ടു ടെൽ മാഗി ആൻഡ് ഹെർ മദർ. അപ്പൊ മാഗിയും പൊട്ടത്തിയാണ്, അമ്മയും പൊട്ടത്തിയാണ്, അമ്മ വലിയ പൊട്ടത്തിയാണ് അല്ലേ. അപ്പൊ ഈ രണ്ടു പേരോടും ഇത് തുറന്നു പറയാനേ, ഈ മോതിരത്തിന് ഒരു കഴിവില്ല, നിങ്ങളെ പറ്റിച്ചാണെന്നൊന്നും പറയാനുള്ള ഒരു ധൈര്യം, ഒരു ഹാർട്ട് അയാൾക്ക് ഉണ്ടായില്ല, മനസ്സ് അയാൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് അയാളും ഉണ്ടാകുന്നു. ഓക്കെ, ഇതിനെന്താ? ദേ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ് ഇൻ ദ റിംഗ്. അപ്പൊ അതിന്റെ സത്യം എന്താന്ന് വിചാരിച്ചാൽ മാഗിക്കും മാഗിയുടെ അമ്മയ്ക്കും ഇതുവരെ ആ മോതിരത്തിലൂടെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. മോനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ. ആൻഡ് ഹോപ്പ്ഡ് ദാറ്റ്, അപ്പൊ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത്? മിസ്റ്റർ ഗുപ്ത വുഡ് സീ സംതിങ് ബിക്കോസ് ഹി വാസ് എ ഹിന്ദു. അപ്പൊ എന്താണ്? ഗുപ്തക്ക്, ഇവര് ക്രിസ്ത്യൻസ് ആണല്ലോ, അപ്പൊ ഇനിയിപ്പോ ഗുപ്ത ചിലപ്പോൾ ഇതിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഹിന്ദുവായ ഒരു യോഗിയാണല്ലോ അത് കൊടുത്തത്. അപ്പൊ നമ്മുടെ ഗുപ്തയും ഹിന്ദു ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഹിന്ദുവായ ഗുപ്ത നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റുന്നൊക്കെ ഇവര് വിചാരിച്ചു. പാവങ്ങൾ എന്താ സംഭവിക്കണത്? ദേ വർ ഡിസപ്പോയിന്റഡ്. പക്ഷെ അവർ ആകെ നിരാശപ്പെട്ടു. ഡിസപ്പോയിന്റഡ്, നിരാശപ്പെട്ടു അല്ലെ. എന്താ കാരണം? ടു ഹിയർ ദാറ്റ് ഹി കുഡിൻ സീ എനിത്തിങ് എയ്തർ. എന്താ? അദ്ദേഹവും അതിലൊരു സാധനവും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവ ഗുപ്തക്കും ഒന്നും കാണാൻ കഴിയുന്നില്ല. ആ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആകെ നിരാശയായി. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അല്ലേ, ഇയാൾക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്നുള്ളത്. അതും കാണാൻ പറ്റുന്നില്ല. പണ്ട് മഷിനോട്ടക്കാരൊക്കെ ഉണ്ടല്ലോ അതേമാതിരി അല്ലേ. സോ നോക്കി, ടു ചേഞ്ച് ദ സബ്ജക്ട്. അപ്പോൾ ഇവരെ ഈ ടെൻഷൻ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം മാറ്റണമല്ലോ. ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഹി ആസ്ക്ഡ് മാഗി ടു പ്ലേ ദ വയലിൻ. ഒരു വയലിൻ, അവിടെ ഒരു വയലിൻ കണ്ടു, ആ വയലിൻ ഒന്ന് വായിക്കുമെന്ന് ചോദിച്ചു. അപ്പം മാഗി അത്യാവശ്യം നന്നായിട്ട് വയലിൻ പ്ലേ ചെയ്യും കേട്ടോ. ദെൻ ഹി പിക്ഡ് എ സ്കോച്ച് സോങ് ഫോർ ഹെർ ടു പ്ലേ ആൻഡ് പ്രൈസ്ഡ് ഹെർ എ ലോട്ട് വെൻ ഷീ ഡിഡ്. അപ്പോൾ ഒരു പാട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു. ഗുപ്ത ആവശ്യപ്പെട്ട പാട്ട് തന്നെ ആര് പാടിക്കൊടുത്തു? അല്ലെങ്കിൽ പാടിക്കൊടുക്കല്ല, പ്ലേ ചെയ്ത് കൊടുത്തു. ആര്? നമ്മുടെ മാഗി. അപ്പോൾ അത് കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി, ഇവൾ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹി പ്രൈസ്ഡ്, അയാൾ എന്ത് ചെയ്തു? പുകഴ്ത്തി മാഗിയെ. ആ നന്നായിട്ട് വയലിനൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുകഴ്ത്തി. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ മിസ്സിസ് ക്ലിഫോർഡ് പറയണത്, മിസ്സിസ് ക്ലിഫോർഡ് സെഡ് മാഗി ഹാഡ് ലേൺ എവറിത്തിങ് ബൈ ഹെർസെൽഫ്. മാഗിയുടെ ഒരു കഴിവാണ് അവിടെ പറയുന്നത്, അവളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. അവൾ എല്ലാ കാര്യങ്ങളും തനിച്ച് പഠിച്ചതാണ്. കാരണം ഇതിന്റെ ക്ലാസ്സിനൊക്കെ പോയി പഠിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവള് തനിയെ പഠിച്ചു. അപ്പൊ ഒരു സെൽഫ് ലേണറും കൂടിയാണ് ആര്? നമ്മുടെ മാഗി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, 3 months പാസ്ഡ്. അങ്ങനെ ഇവര് പരിചയപ്പെട്ട് 3 മാസങ്ങൾ കഴിഞ്ഞു. ഓക്കെ, എന്താ? ദ നറേറ്റർ വിസിറ്റഡ് ദ ക്ലിഫോർഡ് ഫാമിലി മെനി ടൈംസ്. ഇതിനിടക്ക് പല തവണ ഈ ക്ലിഫോർഡിന്റെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ മാഗിയുടെ വീട്ടിലേക്ക് നറേറ്റർ വന്നു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയി. ദെൻ ഹി ടുക്ക് മാഗി ടു ദ സൂ വൺസ്. ഒരിക്കലും മാഗിയെയും കൊണ്ടിട്ട് ലണ്ടനിലുള്ള സൂവിലേക്കൊക്കെ നമ്മുടെ ആര് പോയിരുന്നു?
ഈ നമ്മുടെ നറേറ്റർ പോയിരുന്നു. ദെൻ ഷീ റോഡ് ദ ഇന്ത്യൻ എലിഫന്റ് ദർ. അപ്പോൾ അവിടെ അവൾ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ആനപ്പുറത്തുണ്ടല്ലോ, ഇന്ത്യൻ ആന ഉണ്ടല്ലോ, ഇന്ത്യൻ ആന അവിടുത്തെ സൂര്യണ്ടായിരുന്നു, അതിന്റെ പുറത്തൊക്കെ അവള് കയറി. കയറി. അതേപോലെ തന്നെ എന്താ, ബട്ട് ദർ വാസ് നോ ന്യൂസ് ഓഫ് ഫ്രാങ്ക്. പക്ഷേ അതൊക്കെ അവളുടെ എൻജോയ്മെന്റ് പറയാണ്, ഇവർ ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്തിനിടക്കൊന്നും ഫ്രാങ്കിനെ കുറിച്ച് ഒരു വാർത്തയും കേൾക്കുന്നില്ല. ദെൻ ഏജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ്, മിസ്റ്റർ ഗുപ്ത വെന്റ് ടു ഇന്ത്യ ഹൗസ് ആൻഡ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഫ്രാങ്ക്സ് റെജിമെന്റ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. അങ്ങനെ ഇവൾക്ക് ആകെ ടെൻഷനായി. ക്ലിഫോർഡിന് ഇത്ര ദിവസമായിട്ട് ഇത്ര മാസങ്ങളായിട്ടും ഒരു വിവരമില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഗുപ്തയോട് നേരിട്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലായത്, ഫ്രാങ്കിന്റെ റെജിമെന്റ്, അതായത് അവരുടെ പട്ടാളം ഒരു ഫൈറ്റിങ്ങിന് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിൽ വെച്ചിട്ട് വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ആര് മനസ്സിലാക്കി, നമ്മുടെ ഗുപ്ത മനസ്സിലാക്കി. അദ്ദേഹം ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തു. മിസ്സിസ് ക്ലിഫോർഡ് വാസ് വെരി വറീഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. അപ്പോൾ തൻ്റെ മകൻ യുദ്ധമുഖത്താന്ന് കേട്ടപ്പോൾ അവൾ ആകെ ബേജാറായി. കാരണം യുദ്ധമാണ്, എന്ത് സംഭവിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവള് കൂടുതൽ ടെൻഷനായി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്, വൺ ഡേ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിസ്റ്റർ ഗുപ്ത റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. ഒരു ദിവസം മിസ്റ്റർ ഗുപ്തക്ക്, നമ്മുടെ ഗുപ്തക്ക് ഒരു പോസ്റ്റ് കാർഡ്, ഒരു കത്ത് കിട്ടുകയാണ്. ആയിരുന്നു മാഗി എടുത്തത്. മാഗി നേരിട്ട് പറയാതെ ഒരു കത്ത് അയച്ചു കൊടുത്തു. എന്താ സംഭവിച്ചത്, ഷീ സെഡ്, അവൾ പറയണത് ഹെർ മദർ വാസ് വെരി ഇല്ല്. അവളുടെ അമ്മക്ക് തീരെ സുഖമില്ലാന്ന്. അപ്പോൾ മാഗിക്ക് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. ഷീ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. അപ്പോൾ ഒരാഴ്ചയായിട്ട് മാഗിക്ക് എന്താണ്, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കത്ത് അയച്ചത് അല്ലേ. ഇതിനെന്താ, ആൻഡ് വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് ഷീ കം ടു വിസിറ്റ് ദം. അപ്പോൾ ഈ സമയത്ത് ആര്, നമ്മുടെ ഗുപ്ത അവരെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്കൊന്ന് വന്നാൽ വലിയ നന്ദിയായിരിക്കും. അപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ. അപ്പോൾ ആ സമയത്ത് ഗുപ്തയെ ഒന്ന് കാണാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് വന്നാൽ വലിയൊരു കാര്യമായിരിക്കുന്നത്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വന്ന് ആ അമ്മയോട് 2 ആശ്വാസവാക്ക് പറഞ്ഞാൽ അമ്മയുടെ അസുഖം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവളെ കത്തയച്ചു വരുത്തുന്നത്, ഇവള് എന്ത് ചെയ്തത്, ഗുപ്തയെ കത്തയച്ചു വരുത്തുന്നത്. മിസ്റ്റർ ഗുപ്ത ടുക്ക് സം മണി ആൻഡ് വെന്റ് ടു മാഗീസ് ഹൗസ്. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു, മിസ്റ്റർ ഗുപ്ത നേരെ മാഗിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവർ പാവപ്പെട്ടവരാണ്, അസുഖം ബാധിച്ച് കിടക്കല്ലേ. അപ്പോൾ കുറച്ച് പൈസക്ക്, ചികിത്സക്ക് പൈസക്ക് വേണ്ടി വരുമല്ലോ, കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഇയാൾ നേരെ മാഗിയുടെ വീട്ടിലേക്ക് വരുന്നു. ഹി ട്രൈഡ് ടു കൺസോൾ മാഗി. അപ്പോൾ മാഗിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ആകെ സാഡ് ആയിട്ടില്ല, സെഡായിട്ടൊക്കെയാണ്. അപ്പോൾ മാഗിക്ക് എന്ത് ചെയ്തു, മാഗിയെ ഇയാൾ കൺസോൾ ചെയ്യാൻ, ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഹെർ മദർ വാസ് സോ സിക്ക് ദാറ്റ് ഷീ മൈറ്റ് നോട്ട് ലീവ്. ഇനി ജീവിക്കില്ല, ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല, തിരിച്ചു വരില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അമ്മ ആകെ ടയേർഡായിട്ട്, ആകെ വലിയൊരു അസുഖമായിട്ട് കിടക്കുകയാണ്. മാഗി ഹാഡ് എ റിക്വസ്റ്റ് ഫോർ ഹിം. അപ്പോൾ ആ സമയത്ത് മാഗി ഒരു റിക്വസ്റ്റ് നമ്മുടെ ഗുപ്തയോട് ചെയ്യാണ്, ഗുപ്തയോട് ഒരു ചെറുതായിട്ട് അപേക്ഷിക്കുകയാണ്. എന്താ അപേക്ഷിക്കുന്നത്, ഷീ വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ടെൽ ഹർ മദർ ദാറ്റ് ഹി കുഡ് സീ ഫ്രാങ്ക് ഇൻ ദ യോഗീസ് റിംഗ്. അപ്പൊ നേരത്തെ ഈ യോഗി കൊടുത്ത ആ ഒരു മോതിരത്തിലൂടെ നോക്കിയപ്പോൾ നമ്മൾ ഒന്നും കാണുന്നില്ല എന്നാണല്ലോ നമ്മുടെ ഗുപ്ത പറഞ്ഞത്. അപ്പൊ ഇത്തവണ ഒരു ചെറിയ കള്ളം പറയണം, അമ്മയുടെ ആ സേക്കിന് വേണ്ടി, അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറയണമെന്ന് ഇവിടെ റിക്വസ്റ്റ് ചെയ്യണം. എന്താ, നിങ്ങൾക്ക് ഇപ്പൊ ആ മോതിരത്തിലൂടെ നോക്കിയിട്ട് ആരെ കാണാൻ കഴിയുന്നുണ്ട്, ഫ്രാങ്കിനെ കാണാൻ കഴിയുന്നുണ്ട്, ഫ്രാങ്ക് ജീവനോടെ ഉണ്ട് എന്നൊന്ന് ആ അമ്മയോടൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ഇവള് പറയാണ്. അപ്പൊ നല്ലൊരു കാര്യത്തിനാണ്, കള്ളത്തരം പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ ചെയ്തു. ഷീ ന്യൂ ഇറ്റ് വാസ് റോങ്. അവൾക്കറിയാം അത് തെറ്റാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അവൾക്കറിയാം. എന്നാലും ബട്ട് ദിസ് ലൈ വുഡ് ഗിവ് ഹർ മദർ ഇനഫ് ഹോപ്പ് ടു ലീവ്. ജീവിക്കാനുള്ള പ്രതീക്ഷ, വേണ്ടത്ര പ്രതീക്ഷ തൻ്റെ അമ്മക്ക് ആ ഒരൊറ്റ അറിവ് നൽകുമെന്നുള്ളത് അവൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുപ്തയോട് പറയാണ്. മിസ്റ്റർ ഗുപ്ത ഡിസൈഡഡ്. അപ്പൊ മിസ്റ്റർ ഗുപ്ത തീരുമാനിച്ചു എന്ത്, ഹി വുഡ് ഹെൽപ്പ് ഹർ. ഈ സമയത്ത് മാഗിയെ സഹായിക്കാം, അങ്ങനെ ഒരു കള്ളം പറയാമെന്ന് വിചാരിച്ചു. സോ ഹി ടോൾഡ് മിസ്സസ് ക്ലിഫോർഡ്. അങ്ങനെ ആ രോഗശൈലിയിൽ കിടക്കയിൽ കിടക്കുന്ന ആ ക്ലിഫോർഡിനോട് ഈ ഗുപ്ത ഒന്ന് പറയണെന്ത്, ഈ ഹാഡ് സീൻ ഫ്രാങ്ക് സേഫ്. എന്താ, ഞാനിതാ മോതിരത്തിലൂടെ ഫ്രാങ്കിനെ കാണുന്നുണ്ട്, ഫ്രാങ്ക് നല്ല സേഫ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. മിസ്സിസ് ക്ലിഫോർഡ് വാസ് ഓവർ ജോയ്ഡ് ആൻഡ് സ്ലോലി റിക്കവേർഡ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ സിനിമേത്തമാരി ചാടിക്കേറി എണീറ്റില്ല. എന്തായത്, അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഓവർ ജോയ്ഡ്. പിന്നെ പതുക്കെ അവൾ എന്ത് ചെയ്തു, റിക്കവറായി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ രോഗത്തിൽ നിന്ന് അവൾ മുക്തിയായി. അപ്പോൾ എന്തായാലും ചെറിയ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എന്തായി, സംഭവം നല്ല കാര്യത്തിനാണ് അല്ലേ. എന്തായാലും അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. ഇനി നമുക്ക് എന്തൊക്കെ അതിന്റെ റിയാലിറ്റി ഇതിന് സംഭവിച്ചെന്താ നോക്കാം. മിസ്റ്റർ ഗുപ്താസ് ഡിപ്പാർച്ചർ. അങ്ങനെ കുറെ കാലത്ത് ട്രെയിനിങ്ങിന് ശേഷം പിന്നെ മിസ്റ്റർ ഗുപ്തക്ക് എന്താ, നമ്മുടെ നെറേറ്റർക്ക് നാട്ടിൽ ഇന്ത്യയിൽ തന്നെ സിവിൽ സർവീസിൽ ജോലി കിട്ടുകയാണ്. അദ്ദേഹം തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ചില നാടകീയമായിട്ടുള്ള ചില ഡ്രമാറ്റിക് ചേഞ്ചസ് നമ്മുടെ ആ കഥയിൽ നടക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മിസ്റ്റർ ഗുപ്ത
Gupta to return into India. അപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള സമയം ഏറെക്കുറെ അടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് പോകണം. He wanted to say goodbye to the Cliffords. അപ്പോൾ അമ്മയോട്, നമ്മുടെ മാഗിയുടെ അമ്മയോട് ഒരു ഗുഡ് ബൈ ഒക്കെ പറയാൻ ഇയാൾക്ക് ആഗ്രഹമുണ്ട്. But they were in mourning. പക്ഷെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ അവർ ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. മോർണിംഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കരച്ചില്, വിലാപം അല്ലെങ്കിൽ സങ്കടം എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കരച്ചില്, ഈ മാഗിയുടെ അമ്മയൊക്കെ ഇങ്ങനെ കരയുന്നത്? എന്താ സംഭവം? ഫ്രാങ്ക് ഹാഡ് ഡൈഡ് വൈൽ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. അപ്പൊ നമ്മുടെ ഫ്രാങ്ക് നേരത്തെ യുദ്ധമുന്നണിയിലായിരുന്നു, ഒരു യുദ്ധത്തിന് പോയിരിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ യുദ്ധത്തിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണവാർത്ത അറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കരയുന്നത്. ഈ കാര്യം നമ്മുടെ ഗുപ്തയും പറഞ്ഞു. ഗുപ്ത എങ്ങനെയാ പറഞ്ഞത്? മാഗി ഹാഡ് സെൻഡ് ഹിം എ കാർഡ് അബൌട്ട് ഇറ്റ് അല്ലേ? അതായത് മാഗി ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്തത്. ആർക്ക്? നമ്മുടെ ഗുപ്തക്ക് ഒരു ലെറ്റർ അയച്ചു. എന്റെ സഹോദരൻ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്തത് അല്ലേ? Then Mr. Gupta had realized that Frank had been dead when he told his mother that he was alive. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മിസ്റ്റർ ഗുപ്ത ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഇയാൾ മരിച്ചു എന്നുള്ളത് വേറെ, ഇവരെ ഫേസ് ചെയ്യാനൊരു മടി വേറെ ഉണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ടെൻഷൻ എന്താ വിചാരിച്ചാൽ, നേരത്തെ നമ്മുടെ ഈ ഒരു മാഗിയുടെ നിർദ്ദേശപ്രകാരം ക്ലിഫോർഡിനോട് കളവ് പറഞ്ഞിരുന്നില്ല, മോതിരത്തിൽ നോക്കിയിട്ട് നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ട്, ആൾ ഉഷാറാണെന്നൊക്കെ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തന്നെ ആര് മരിച്ചിട്ടുണ്ട്? ഈ ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ലെറ്റർ മരിച്ച ഡേറ്റ് ഒക്കെ കത്തിലുണ്ടാവുമല്ലോ. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മുടെ ഇയാൾക്ക് മനസ്സിലായി, അയ്യോ ഞാനെന്ന് പറഞ്ഞ കള്ളത്തിലാണ് ഇപ്പൊ ക്ലിഫോർഡിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാനൊക്കെ ആർക്കൊരു മടിയായി. ഹി ഫെൽറ്റ് അഷെയ്മഡ് ടു ഫേസ് ഹർ അല്ലേ? നമ്മുടെ ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ ഗുപ്തക്ക് ആകെ ഒരു ലജ്ജ, അഷെയ്മഡ് തോന്നിയില്ലേ? സോ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാവും, ഞാൻ കള്ളത്തരം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ, ഇനിയിപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പുറത്തിട്ട് അയാൾ ടെൻഷൻ അടിക്കുകയാണ്. ദെൻ ഹി റോട്ട് എ ഗുഡ് ബൈ ലെറ്റർ ടു ദ ക്ലിഫോർഡ്സ്. അതുകൊണ്ട് ക്ലിഫോർഡിനെ നേരിട്ട് കണ്ടാന്ന് ഇയാൾ തീരുമാനിക്കുകയാണ്. പകരം ഒരു ഗുഡ് ബൈ ലെറ്റർ, ഞാനിങ്ങനെ പോവാണ് നാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ക്ലിഫോർഡിന് അയക്കുകയാണ്. ആര് ചെയ്യുന്നത്? ഗുപ്ത ചെയ്യുന്നത് കേട്ടോ. ദെൻ ഓൺ ഹിസ് ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ, അങ്ങനെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം, ലണ്ടനിലെ അവസാനത്തെ ദിവസം, മാഗി കെയിം ടു സീ ഹിം. മാഗി ആരെ കാണാൻ വേണ്ടി വരികയാണ്? നമ്മുടെ ഇയാളെ, അതായത് ഗുപ്തയെ കാണാൻ വേണ്ടി വരികയാണ്. ഹി ടോൾഡ് ഹർ ദാറ്റ് ഹി ഹാഡ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. അപ്പോൾ നമ്മുടെ മാഗിയോട് ഗുപ്ത പറഞ്ഞു, ഞാൻ പഞ്ചാബ് സിവിൽ സർവീസിൽ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന്. അപ്പം നമുക്കറിയാം ഈ പഞ്ചാബ് റെജിമെന്റിലായിരുന്നു ആര് ജോലി ചെയ്തിരുന്നത്? ഈ ഫ്രാങ്ക്, മാഗിയുടെ സഹോദരൻ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്നത് അല്ലേ? അപ്പൊ ഇയാൾ പോകുന്നതും പഞ്ചാബിലേക്ക് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു? ദ ഫ്രണ്ടിയർ വാസ് നോട്ട് വെരി ഫാർ ഫ്രം ദർ. നമ്മുടെ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രാങ്കിനെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം, പഞ്ചാബിൽ ഇയാൾക്ക് ജോലി കിട്ടുന്ന സ്ഥലത്തിന് അധികം ദൂരമായിരുന്നില്ല. അപ്പൊ അക്കാര്യവും മാഗിയോട് പറഞ്ഞു. ദെൻ മാഗി സെഡ് ദാറ്റ്, അപ്പൊ തന്നെ മാഗി പറഞ്ഞെന്താ? ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ദെറാഗാസിഗാൻ. ആ സ്ഥലമൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ദെറാഗാസിഗാൻ അടുത്തുള്ള ഫോർട്ട് മൺട്രോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്രാങ്കിനെ, തന്റെ സഹോദരനെ മറവ് ചെയ്തിട്ടുള്ളത്, ബോഡി മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്? മിസ്റ്റർ ഗുപ്ത പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് വിസിറ്റ് ഫ്രാങ്ക്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ഹർ. അപ്പം മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തു? പ്രോമിസ് ചെയ്തു, തീർച്ചയായും ഞാൻ നാട്ടിൽ പോയിട്ട് നിന്റെ സഹോദരന്റെ ആ ഒരു എന്ത് ചെയ്യും, ആ ക്രിമേഷൻ നടന്ന സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബറി ചെയ്തിട്ടുള്ള ആ സ്ഥലം ഞാൻ സന്ദർശിക്കും, അദ്ദേഹത്തിന്റെ ശവക്കല്ലറ ഞാൻ സന്ദർശിക്കും, എന്നിട്ട് അതിന് ശേഷം നിനക്ക് ഞാൻ കത്ത് ചെയ്താമെന്ന് അദ്ദേഹം വാക്കുകൊടുക്കുകയാണ്. ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡുള്ള ആളാണ് ആര്? ഗുപ്ത. അല്ലാതെ ഗുപ്തക്ക് ഇപ്പം അതിനൊന്നും ആവശ്യമില്ല അല്ലേ? നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരിപ്പം പോയോ പോയില്ലെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അദ്ദേഹം വാക്കുകൊടുക്കുകയാണ്, ഞാൻ എന്തായാലും നിന്റെ സഹോദരന്റെ ആ ഒരു ബോഡി നിൽക്കുന്നിടത്തേക്ക് പോകും, എന്നിട്ട് അതിന് ശേഷം നിനക്ക് കത്തയക്കാന്നല്ലേ. സോ ഈ സമയത്ത് മാഗിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാഗി താങ്ക്ഡ് ഹിം. അപ്പൊ മാഗി വല്ലാണ്ട് നന്ദി പറഞ്ഞു. കാരണം മാഗിക്ക് ഇപ്പം ഇന്ത്യയിലേക്ക് പോകാനും തന്റെ സഹോദരന്റെ ആ ഒരു മറവ് ചെയ്ത സ്ഥലം കാണാനൊന്നുള്ള പൈസ ഇല്ല അല്ലെ? പാവപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് അവിടെ നാട്ടിൽ പോകാനുള്ള പൈസ ഒന്നും ഇല്ല. അപ്പോൾ ഒരു ബന്ധു എന്ന നിലയിൽ ഇയാൾ പോവാണല്ലോ. അപ്പൊ എന്താണ്? ആൻഡ് ഗേവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു ഫ്രാങ്ക്സ് ഗ്രേവ്. ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരു രംഗമാണ് കഥയിലെ. ഇവള് മാഗി എന്തെന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു ഷില്ലിംഗ്, അവിടുത്തെ ചെറിയൊരു നാണയമാണ്, ആ നാണയം എടുത്ത് അവളുടെ കയ്യിൽ ആകതേ ഉള്ളൂ. ആ പൈസ എടുത്തുകൊണ്ട് ആരുടെ? ഗുപ്തയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണെന്ത്? ആ ഒരു എൻ്റെ ഗ്രേവിലേക്ക്, ആ ശവക്കല്ലറയിലേക്ക്, തൻ്റെ ബ്രദറിനെ അടക്കം ചെയ്തിട്ടുള്ള ആ ശവക്കല്ലറയുടെ മുകളിൽ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടണമെന്ന് പറയാണ് അല്ലേ? ദെൻ ഹി വാണ്ടഡ് ടു റിട്ടേൺ ഇറ്റ് ടു ഹർ ബിക്കോസ് ഇറ്റ് വാസ് ഹർ ഹാർഡ് ഏൺഡ് മണി. പക്ഷെ നമ്മുടെ ഗുപ്തയ്ക്ക് ആ പണം വാങ്ങാൻ തോന്നിയില്ല. കാരണം എന്താ? അവൾ ഒരുപാട് ഹാർഡ് ഏൺഡ് എന്നാ പറയുന്നത്, വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ച പണമാണ്. ഈ ഒരു പെന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ആ പെൺകുട്ടിക്ക്, മാഗിക്ക് അത് വളരെ ചിലപ്പോൾ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമൊക്കെ ആയിരിക്കും ആ ഒരു പെന്നിയിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പണം തിരിച്ചു കൊടുക്കണം അവൾക്ക് എന്ന് ആർക്ക് തോന്നുകയാണ്? ഇയാൾക്ക് തോന്നുകയാണ്. പ്രത്യേകിച്ച് എന്താണ്? ഫ്ലവേഴ്സ് ഡിഡിന്റ് നീഡ് ടു ബി പർച്ചേസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഫ്ലവേഴ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, പൈസ എടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ശവക്കല്ലറിന്റെ മേലിടാനുള്ള പൂവൊന്നും ഇയാൾക്ക് പൈസ എടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അത് ഈ കുട്ടിയോട് പറയണമെന്നും ആ പൈസ തിരിച്ചു കൊടുക്കണമെന്നും ഇയാൾക്ക് തോന്നിയിരുന്നു. പക്ഷെ അയാൾ ചെയ്തില്ല കേട്ടോ. കാരണം എന്താ? ബട്ട് ദെൻ ഹി തോട്ട്, പിന്നെ അയാൾ ചിന്തിച്ചത് എന്താണ്? ദ ജോയ് ദാറ്റ് സാക്രിഫൈസിങ് ദ ഷില്ലിംഗ് വുഡ് ഗിവ് ഹർ. അതായത് അവളിപ്പോ ഒരു ഷില്ലിംഗ്, അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു ഷില്ലിംഗ് ആണ് അവൾ കൊടുക്കുന്നത്. അപ്പോൾ താൻ തന്റെ ബ്രദറിന് വേണ്ടി
വേണ്ടി വലിയൊരു സാക്രിഫൈസ്, വലിയൊരു ത്യാഗം ചെയ്തു എന്നുള്ളൊരു സന്തോഷം അവൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സന്തോഷം അവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പൈസ വാങ്ങാൻ അവൾ എന്ത് ചെയ്തു, അയാൾ തയ്യാറായി. കാരണം എന്താ വിചാരിച്ചാൽ ഇനി അത് വാങ്ങിയില്ലെങ്കിൽ അവൾക്ക് തോന്നി ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ട, പകരം എന്ത് ചെയ്യുക, അവളുടെ പൈസക്ക് ഞാൻ പൂ മേടിച്ച് അവിടെ കൊടുത്തു എന്നുള്ളത് അവൾ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അയാൾ പൈസ വാങ്ങി. ഇതിനെന്താ, സോ ഹി ആക്സെപ്റ്റഡ് ഇറ്റ്, അങ്ങനെ അയാൾ അത് സ്വീകരിച്ചു. ആൻഡ് ഹി ടോൾഡ് ഹെർ, എന്നിട്ട് അവളോട് പറയണത് ഹി വുഡ് ബൈ ഫ്ലവേഴ്സ് ടു പുട്ട് ഓൺ ഫ്രാങ്ക്സ് ഗ്രേവ്, ഫ്രാങ്കിന്റെ ശവക്കല്ലറയുടെ മുകളിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന് ഈ പണത്തിന് പൂ വാങ്ങിയിട്ട് ഇട്ടോളാമെന്ന് പറഞ്ഞു അല്ലേ. ദേ സെഡ് ദെയർ ഗുഡ് ബൈസ് ആൻഡ് പ്രോമിസ്ഡ് ടു റൈറ്റ് ഈച്ച് അതർ, അങ്ങനെ പരസ്പരം എഴുതാമെന്നുള്ള വാക്ക് കൊടുത്തുകൊണ്ട് രണ്ടുപേരും പിരിയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറി കേട്ടോ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ദ സ്റ്റോറി ഷോസ് us a beautiful bond between people who come from very different walks of life. അപ്പോൾ രണ്ട് ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, രണ്ട് വ്യത്യസ്ത ജീവിതത്തിന്റെ രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ തമ്മിൽ സ്നേഹത്തിലൂടെ ബന്ധപ്പെടുന്നതാണ് ഈ കഥ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഒരാൾ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നടത്തുന്ന ആളാണ് നമ്മുടെ നറേറ്റർ, മറ്റാളാണെങ്കിൽ ജീവിതത്തിന്റെ താഴെ കടയിലുള്ള ഒരു സാധാരണക്കാരിയായ കുട്ടിയാണ് അല്ലേ. പക്ഷെ രണ്ടുപേർക്കും ഇടയിൽ ഭയങ്കര ബോണ്ട് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു കെട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആൻ ഇന്ത്യൻ മാൻ ബിഫ്രണ്ട്സ് എ യങ് ഇംഗ്ലീഷ് ഗേൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇന്റർനാഷണൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇന്ത്യൻ മനുഷ്യൻ, ഇന്ത്യക്കാരനായ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷുകാരിയായ ഒരു യുവതിയോട് ഫ്രണ്ട്ഷിപ്പായിട്ട് മാറുന്നു. ആൻഡ് ഹെൽപ്സ് ടു നോ അബൌട്ട് ദ കൺട്രി ഓഫ് ഹർ ബ്രദർ ഈസ് ഇൻ, അവളുടെ സഹോദരനുള്ള രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവളെ സഹായിക്കുന്നു അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഇതിവൃത്തം. ഓക്കെ, അപ്പോൾ സ്റ്റോറി മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഈ സമ്മറിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഇതിനനുസരിച്ച് ഐഡിയ ഉപയോഗിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.